Good afternoon, one and all present here. We are delighted to have you all here for today's special section on MBBS opportunities in Asian and European countries. Once again, a warm welcome to each and every one of our fantasy partners and dedicated staff members. Let's make this section informative and engaging. So, as you all know, ഇനി അങ്ങോട്ട് നമുക്കറിയാം MBBS ടൈമാണ്. സ്റ്റുഡൻസ് എല്ലാവരും ഇപ്പം +2 എക്സാം ഒക്കെ കഴിഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ടൈമാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇടയിലെല്ലാം ഒരു നീറ്റ് എൻട്രൻസിന് വേണ്ടി ട്രൈ ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് സമയം കളയുന്ന ഒരുപാട് സ്റ്റുഡൻസിനെ എല്ലാം നമ്മൾ ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം എന്താണ് നമുക്ക് എല്ലാവരും ഇന്ത്യയിൽ പഠിച്ച് ഒരു MBBS ഒരു ഡിഗ്രി ഹോൾഡർ ആകാൻ വേണ്ടിയിട്ട് കുറെ വെയിറ്റ് ചെയ്ത് ഇവിടെ തന്നെ നിൽക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് യൂറോപ്യൻ കൺട്രീസിലും ഏഷ്യൻ കൺട്രീസിലും എല്ലാം വളരെ കുറഞ്ഞ എക്സ്പെൻസ് കുറഞ്ഞ ഒരു ഫീസ് സ്ട്രക്ചറിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ പലരും ഇതിനെ പറ്റിയിട്ടൊക്കെ അൺഅവെയർ ആയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നൊന്നും അറിയാണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണ് വീണ്ടും വീണ്ടും ഈ എൻട്രൻസ് എല്ലാം ട്രൈ ചെയ്ത് സമയം കളയുന്നത്. സോ അതുപോലെ തന്നെ പലർക്കും ഉള്ള ഒരു ടെൻഷനാണ് ഈ യൂറോപ്യൻ കൺട്രീസിലും ഏഷ്യൻ കൺട്രീസിലുള്ള കോളേജസിന്റെ എല്ലാം അക്രഡിറ്റേഷനും NMC ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ അപ്രൂവ്ഡ് ആണോ, വേറൊരു കൺട്രിയിൽ വർക്ക് ചെയ്ത് അവിടെ പോയി പഠിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടോ, അതിന് വേറെ എന്തെങ്കിലും സർട്ടിഫിക്കേഷനോ കാര്യങ്ങളൊക്കെ വേണോ എന്നുള്ള ഒരുപാട് ഡൗട്ട്സ് ഉള്ള പേരൻസും സ്റ്റുഡൻസും ഒക്കെ ഉണ്ട്. സോ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മുടെ ടീം, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ വിനോദ് സർ, ഡയറക്ടർ ആൻഡ് ചെയർമാൻ ആൻഡ് ഹീസ് ഓൾസോ ആൻ ഇന്റർനാഷണൽ കരിയർ കൗൺസിലർ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സാറിന്റെ ഒരു ഡീറ്റെയിൽഡ് ട്രെയിനിങ് സെക്ഷൻ ആണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ എല്ലാവരും ഇൻക്ലൂഡ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സാറിന്റെ ഒപ്പം തന്നെ നമ്മൾ ഈ ഒരു MBBSന്റെ കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു ഇന്റർനാഷണൽ റെപ്രസെന്റേറ്റീവ്, MBBSന് ഒരു സ്പെഷ്യൽ എക്സ്പേർട്ട് ആയ ഒരു ഇന്റർനാഷണൽ റെപ്രസെന്റേറ്റീവും കൂടെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സോ നമുക്ക് അധികം ഡിലേ ആക്കാണ്ട് ഈ ഒരു ഫ്രൂട്ട്ഫുൾ സെക്ഷനെ ഞാൻ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുവാണ്, സ്പെഷ്യലി വിനോദ് സാർ ആൻഡ് യുവർ ടീം ഫോർ MBBS. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ സെക്ഷൻ. ഡെൽറ്റ PPT ഓക്കെ അല്ലേ? Yes, okay. Okay. Viras sir, are you on the line? ഹായ്, വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. മൈ വോയിസ് ഈസ് ക്ലിയർ? കുറച്ച് സ്ട്രെങ്ത് കുറവുണ്ടല്ലോ എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. എനിവേ, വന്നവർക്ക് എല്ലാവർക്കും വെൽക്കം. മൈ വോയിസ് ഈസ് ക്ലിയർ? ഹലോ, ഓഡിയബിൾ? ഓഡിയബിൾ ആണല്ലോ അല്ലേ? ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ്, അതായത് ഓപ്പർച്യൂണിറ്റിയെ ഗ്രാബ് ചെയ്യുന്നത്, അല്ലെ അവസരങ്ങളെ ഗ്രാബ് ചെയ്യുന്ന അവരാണ് ജീവിതത്തിൽ വിജയിക്കുക, അല്ലേ? നമുക്ക് വേണ്ടി ഈശ്വരൻ ഒരിക്കലും എന്താ പറയാ എല്ലാം നമ്മുടെ അക്കൗണ്ടിലേക്ക് പണമോ അല്ലെങ്കിൽ ജീവിത സൗകര്യങ്ങളോ അല്ലെ ഒന്നും നമുക്ക് തരില്ല, നമ്മൾ നേടേണ്ടതാണ്. പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള അവസരങ്ങളായിട്ടാണ് ഈശ്വരൻ തരാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ അവസരങ്ങളെ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ് ജീവിതത്തിൽ വിജയിച്ച് കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ എന്നും ദുഃഖം പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലേ? അപ്പം ഇന്ന് നമ്മുടെ മുമ്പിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും കൺസൾട്ടൻസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക കൗൺസിലേഴ്സ് ആണ്, അല്ലെങ്കിൽ വി ആർ ഗിവിങ് ദ ഓപ്പർച്യൂണിറ്റി ടു അതേഴ്സ്, മറ്റുള്ളവർക്ക് നമ്മൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നവരാണ്. അപ്പം ആ ഒരു നന്മയിലൂടെ നമ്മൾ ആദ്യം ലേൺ ചെയ്യുന്നു, പിന്നെ ഏൺ ചെയ്യുന്നു. നമ്മൾ ഗ്രീൻവെൽ ഇന്റർനാഷണൽ സ്റ്റാർട്ട് ചെയ്ത, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്നേഴ്സിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രൊജക്റ്റാണ് ലേൺ ആൻഡ് ഏൺ എന്ന് പറയുന്ന ഒരു പ്രൊജക്ട്. മിഷൻ ലേൺ ആൻഡ് ഏൺ, അത് മിഷൻ 2K30യുടെ ഭാഗമാണ്. നമ്മുടെ മിഷൻ 2K30 എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാ പാർട്ട്നേഴ്സും വലിയ ലെവലിൽ ഗ്ലോബൽ തോട്ട്സിലേക്ക് അല്ലെങ്കിൽ വലിയ സക്സസ്ഫുൾ ആയി മാറുക. ഈ നിങ്ങളായിരിക്കും, നമ്മുടെ പാർട്ട്നേഴ്സ് ആയിരിക്കും ഈ ഒരു ഇൻഡസ്ട്രിയിലെ ഏറ്റവും ടോപ്പായിട്ട് 2030 നിങ്ങളുടെ ഓരോ ബ്രാഞ്ചുകളും ആയിരിക്കും എന്നുള്ള ഭാഗമായിട്ടാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സൗജന്യമായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രെയിനിങ്ങുകളും പിന്നെ എന്താ പറയുക സെക്ഷൻസുകളും വെബിനാറുകളും എല്ലാം ചെയ്യുന്നത്. ഇപ്പം ഈ ഒരു അവസരം ഗ്രാബ് ചെയ്യുക. നമുക്കറിയാം, ഇപ്പം ഇന്ന് നമ്മൾ കണ്ടന്റിൽ പറഞ്ഞ പോലെ തന്നെ ഇനി അങ്ങോട്ട് MBBSന്റെ കാലമാണ്. നമ്മുടെ ജിത്തു ഇതിനകത്ത് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടില് എന്തോരം കുട്ടികളാണ് ഇതൊന്നും അറിയാതെ കേരള ഗവൺമെന്റിന്റെ അല്ലെ ഇന്ത്യ ഗവൺമെന്റിന്റെ പോളിസിയിൽ കിടന്ന് പെട്ടിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ്. എനിക്ക് ഡിറ്റു അടുത്ത പേജൊന്നും തരുമോ? ഞാൻ അതിനകത്തൊരു ചെറിയ കണക്ക് കാണിക്കാം.
നിങ്ങൾ തന്നെ എക്സൈറ്റഡ് ആയി പോകും. ഇതൊരു വലിയ ബിസിനസ്സാണ്. നമ്മുടെ ഈ എന്താ പറയാ, പിന്നെ ഇല്ലായ്മ ഉണ്ടാക്കിയിട്ട് ഒരു ഇതിൽ കൊണ്ട് ക്യൂ നിർത്തുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിവറേജിലൊക്കെ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു കോട്ടാണിത്. കഴിഞ്ഞ വർഷം മാത്രം നമ്മുടെ ഇവിടുന്ന് 17,64,000 കുട്ടികളാണ് നീറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം ക്വാളിഫൈ ആയാൽ മാത്രമാണ് ഇവർക്ക് MBBS ഇന്ത്യയിൽ അഡ്മിഷൻ കിട്ടുള്ളൂ, ലോകത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഈ ഒരു എക്സാമിന് മാത്രം 17 ലക്ഷം കുട്ടികളാണ് പങ്കെടുത്തത്. ഇന്ത്യയിലെ വേക്കൻസി എത്രയാണ്? 1 ലക്ഷത്തിന്റെ താഴെ, 92,000, 83,000 അങ്ങനെയൊക്കെയാണ്. നിങ്ങൾ ഡേറ്റയാണ്. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കാം. അപ്പൊ ഈ ബാക്കിയുള്ള കുട്ടികൾ എന്താ ചെയ്യുന്നത്? ഒന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ റിപ്പീറ്റ് എന്ന് പറഞ്ഞൊരു ബിസിനസ് തന്നെയുണ്ട്. 12ാം ക്ലാസ് പഠിച്ച് അതേ കുട്ടികൾ വീണ്ടും വീണ്ടും പഠിച്ച് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക, അല്ലാതെ പുതിയ റിസർച്ച് സ്റ്റഡിയോ ഒന്നുമല്ല. ഇങ്ങനെ ഒരു മാർക്കറ്റിനെ ഗ്രാബ് ചെയ്ത് അവർ വലിയ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമോന്നറിയില്ല, ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് അല്ല, ഗ്ലോബൽ സിറ്റിസൺ മാർക്കറ്റ്, ഗ്ലോബൽ മാർക്കറ്റിനെ ഗ്രാബ് ചെയ്തുകൊണ്ട് ഗ്ലോബൽ സിറ്റിസൺ എന്ന് പറയുന്ന നമ്മുടെ ഒരു തോട്ട് തന്നെയുണ്ട്. നമ്മുടെ പാർട്ട്നേഴ്സും നമ്മുടെ ഇതെല്ലാം ലോകത്തിലോട് പ്രചരിപ്പിക്കുന്ന ഒരു തോട്ട് തന്നെയുണ്ട്, ഗ്ലോബൽ സിറ്റിസൺ. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകം മുഴുവൻ ഒരു ജോബ് മാർക്കറ്റിനെ തേടുന്ന ലെവലിലേക്ക് നമ്മൾക്ക് MBBS ആസ്പിരന്റിന് ഒന്നെങ്കിൽ അവർക്കൊരു നല്ല ജോലിയിലേക്ക് വരാൻ, അല്ലെങ്കിൽ അവരൊരു ബിസിനസ് തുടങ്ങിയാൽ. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ എല്ലാ ഡോക്ടർമാരും ജോലി ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ആസാദ് മൂപ്പിനെ പോലെ ആസ്റ്റർ മെഡിസിറ്റി ഒക്കെ തുടങ്ങിയ ആളുകൾക്ക് ബിസിനസ് ചെയ്തുകൊണ്ട് ഒത്തിരി പേർക്ക് ബിസിനസ്സും കൊടുക്കാം. അപ്പം അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ ഈ ലോകത്ത് നിലനിൽക്കുമ്പോൾ ഈ പലരും കിണറ്റിലെ തവളകളായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെയാണ് നമ്മുടെ ഇത്രയും പാർട്ണർ ബ്രാഞ്ചുകൾ, നമുക്ക് 200-ലധികം പാർട്ണർ ബ്രാഞ്ചുകളുണ്ട്. ഈ 200-ലധികം ഇതിനകത്ത് കുറച്ചുപേരെ വന്നിട്ടുള്ളൂ, പക്ഷെ ബാക്കിയുള്ളവർക്ക് റിക്കാർഡ് നമ്മൾ അയച്ചു കൊടുക്കും. അപ്പൊ ഇവരെല്ലാവരും കൂടെ ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ, ഇന്ത്യയിൽ ഇപ്പം 1 ലക്ഷം വേക്കൻസിയേ ഉള്ളൂ എങ്കിൽ ലോകത്തിൽ ഏകദേശം 50,000 കോടിയും വേക്കൻസി ഉണ്ട്, അല്ലെ 2 കോടി വേക്കൻസി ഉണ്ട്. എന്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ, അല്ലെ നമ്മൾ വിചാരിക്കുന്ന ആളുകളെ ഈ ലോകത്തിന്റെ മാർക്കറ്റിലേക്ക് പഠിപ്പിച്ചിട്ട് ഈ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രാജ്യമായിട്ട്, അല്ലെ സംസ്ഥാനമായിട്ട് നമ്മുടെ കൺട്രിയെ, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ എന്തുകൊണ്ടാക്കിക്കൂടാ? അങ്ങനെയുള്ള ഒരു മിഷന്റെ പാർട്ടായിട്ടാണ് ഇന്ന് ഞങ്ങൾ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വന്നിരിക്കുന്നത്. ഈ പ്രൊജക്റ്റിൽ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഓരോ കുട്ടിക്കും അല്ലെങ്കിൽ ഓരോ പേരൻസിനും ആഗ്രഹമാണ് ഒരു ഡോക്ടർ ആവുക എന്നത്. ഈ ഡോക്ടർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സമൂഹത്തിൽ വിലയുള്ള ഒരു ജോബാണ്. പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജോബ് അല്ലെങ്കിൽ ഒരു എന്റർപ്രണർഷിപ്പിലേക്ക് പോകാൻ പറ്റും. സമൂഹത്തിൽ വിലയുണ്ട്, പണവുമുണ്ട്. അതുകൊണ്ട് തന്നെ പണം മുടക്കാനും ആളുകൾ തയ്യാറാണ്, കോടിക്കണക്കിന് രൂപ ഡൊണേഷനൊക്കെ കൊടുക്കാനും തയ്യാറാണ്. അപ്പൊ അതൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ മിനിമം ഒരു ഫീസിൽ എങ്ങനെ ഈ ഗ്ലോബൽ മാർക്കറ്റിനെ ഗ്രാബ് ചെയ്യാന്നാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ റിവീൽ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ മാത്രമല്ല, നമ്മുടെ യൂണിവേഴ്സിറ്റി റെപ്പും കൂടെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. ഈ ലോകം മുഴുവൻ അവസരമുണ്ട്. ഈ ലോകം മുഴുവൻ അവസരം എന്താണെന്ന് അറിയണമെങ്കിൽ ഇന്ത്യയിൽ പഠിച്ചാലുള്ള ഗുണം എന്താണ്, വിദേശത്ത് പഠിച്ചാലുള്ള ഗുണം എന്താണ്, ഇന്ത്യയിൽ പഠിച്ചാലുള്ള ദോഷം എന്താണ്, വിദേശത്ത് പഠിച്ചാലുള്ള ദോഷം എന്താണ്, അല്ലെങ്കിൽ ഇത് മുഴുവൻ നമ്മൾ അറിയണം. മെറിറ്റും അറിയണം, ഡിമെറിറ്റും അറിയണം. അതിനുള്ള ഇപ്പം നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ഇറങ്ങണമെങ്കിൽ അതിനുള്ള ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണ്, അപ്രൂവൽസ് എന്തൊക്കെയാണ്, അങ്ങനെ A to Z ലേറ്റസ്റ്റ് MCAയുടെ ഇതെന്താണ്, നോട്ടിഫിക്കേഷൻ പ്രകാരം ഒരു MBBS ആവുന്ന ഒരാൾക്ക് ഇന്ത്യയിലോ വിദേശത്തോ പഠിക്കുകയാണെങ്കിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം മിനിമം എന്തായിരിക്കണം, എന്തൊക്കെ ടെസ്റ്റുകളാണ് അവർ പാസ്സാവേണ്ടത്. നമുക്കറിയാം, നമ്മൾ ഈ MBBS എന്ന് പറയുന്നത് ചുമ്മാ ഇവിടുത്തെ ഒരു MBA പോലെ പഠിച്ചിറങ്ങേണ്ട ഒരു സബ്ജക്റ്റ് അല്ലല്ലോ, ശരിക്കും പഠിച്ചു തന്നെ ഇറങ്ങേണ്ടതാണ്. കാരണം നമ്മൾ പോലും ഇതിന് ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ അയാളുടെ അടുത്ത് ചെല്ലുന്ന ചിലപ്പോൾ നമ്മളോ നമ്മുടെ കുടുംബക്കാരോ ആയിരിക്കും. അപ്പൊ കറക്റ്റായിട്ട് പഠിക്കാത്ത ഒരാള് അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവാൻ സാധിക്കില്ല, സാധിച്ചാൽ തന്നെ അത് നല്ലതുമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പാർട്ട്നേഴ്സ് എല്ലാം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിന്റെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം എവിടെ ലഭിക്കുന്നോ അത് അംഗീകാരമുള്ളതും, അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ചെലവിലും ഏറ്റവും കൂടുതൽ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നമ്മളെ കുട്ടികളെ ഇറക്കി വിടാൻ പറ്റുന്ന ലെവലിലുമായിട്ടുള്ള അവസരങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനിപ്പോൾ തുറന്നു തരുന്നത്. അപ്പൊ നിങ്ങൾ സശ്രദ്ധം കേൾക്കുക. ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ +2 ഇപ്പം കുട്ടികൾ കഴിഞ്ഞു. ഓരോ പേരൻസും അവരുടെ കുട്ടികളെ എന്ത് പഠിപ്പിക്കാം, എന്തിനെ അവർക്ക് വിടാം എന്നുള്ള ഒരു തോട്ടിൽ അലയുകയാണ്. ഇന്ത്യയിലെ പല നേഴ്സിംഗ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല ഡൊണേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള പലരും അവരുടെ ചാക്ക് വല വീശിക്കഴിഞ്ഞു. അപ്പം ഈ വലയിലൊന്നും പോയി വീഴാതെ നമ്മുടെ പേരൻസിനും നമ്മുടെ കുട്ടികൾക്കും കറക്റ്റായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സ്വപ്നം കാത്തികരിച്ച് അവരുടെ കുടുംബത്തിലൊരു ഡോക്ടറാക്കാനും, ആ ഡോക്ടറിന് സമൂഹത്തിലേക്ക്, ഇന്ത്യയിലായിക്കോട്ടെ വിദേശമായിക്കോട്ടെ, എവിടെ അവർ ജോലി ചെയ്താലും അല്ലെങ്കിൽ അവർ എന്റർപ്രണർഷിപ്പ് ചെയ്താലും അവർക്കൊരു നന്മ ഉണ്ടാകാനുമുള്ള ഒരു അവസരമാണ് നമ്മൾ ഈ ഒരു മീറ്റിങ്ങിലൂടെ ഒരു ചെറിയ ഒരു എന്താ പറയുക, ഒരു ദീപമായിട്ടാണ് ഞാൻ ഈ ഒരു മീറ്റിങ്ങിനെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിലെ 1 ലക്ഷം പോട്ടെ,
ബാക്കിയുള്ള ഈ 1 കോടി വേക്കൻസികൾ ഫില്ല് ചെയ്യാൻ നമ്മുടെ ഓരോ പാർട്ണറും വിചാരിച്ചാൽ നടക്കും. അതിനുള്ള സമയമാണ് ഈ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയം. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ആരും അഡ്മിഷൻ ഒന്നും എടുത്തു കൊടുത്തില്ലെങ്കിൽ ഈ കുട്ടികളൊന്നും പഠിക്കാതിരിക്കില്ല. ഒന്നെങ്കിൽ അവൻ പോയി നീറ്റിൽ റിപ്പീറ്റ് പോയി ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും നേഴ്സിംഗിൽ പോകും, അല്ലെ വീണ്ടും 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 ഏതെങ്കിലും ഒരാൾ മുഖേന അവർ പഠിക്കുക തന്നെ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഗ്രാബ് ചെയ്യുക, അതിനുള്ള ഒരു അവസരമാണ്. ഓക്കെ, ഐ ആം വെൽക്കമിങ് നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റി റപ്പാണ് സാർ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളും കൂടെയാണ്. ഹീസ് ഓൾസോ ഒരു ഭയങ്കരമായിട്ടുള്ള ഈ MBBS എബ്രോഡ് എക്സ്പീരിയൻസിൽ എന്നെ പോലെ തന്നെ ലോകം മുഴുവൻ യാത്ര ചെയ്ത് വളരെ എക്സ്പീരിയൻസുകൾ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇന്ന് ഇതിന്റെ കാര്യങ്ങളെല്ലാം ബ്രീഫ് ചെയ്യാൻ വരുന്നത്. ഞാൻ അദ്ദേഹത്തെ മോസ്റ്റ്ലി വെൽക്കം ചെയ്യുന്നു നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക്. വെൽക്കം സർ. Am I audible? Yes. Thank you so much, sir. Thank you so much. നമ്മുടെ സയ്യിദ് അലവി സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. സാറിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീസ് ഓൾസോ ജസ്റ്റ് ലൈക്ക് മൈ ട്രാവലിംഗ്. ഏത് ലോകത്ത് പോയാലും എവിടെ ആണെങ്കിലും ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും നേരിട്ട് പോയിട്ട് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ട്, അതുപോലെ തന്നെ എന്താ പറയുക, അവിടുത്തെ കുട്ടികളുടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, ആഫ്റ്റർ ലാൻഡിങ് കാര്യങ്ങൾ എല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിത്വമാണ്. അപ്പം ഐ ആം വെൽക്കമിങ് മിസ്റ്റർ സയ്യിദ് അലവി ടു അവർ പ്ലാറ്റ്ഫോം. Okay, sir. Thank you so much. May I start, sir? Yes, please. Then give next slide, please. Alle first slide il kodtholu. Okay. Good evening, sorry. Good afternoon, all of you, especially respected Vinod sir. He already mentioned here. I think all are Malayalis here. മലയാളമാണ് കൂടുതലും മലയാളീസ് ആണ്. കൈൻഡ്ലി കണ്ടിന്യൂ മലയാളം. ബഹുമാനപ്പെട്ട വിനോദ് സാർ ഇവിടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോ ഈ നമ്മള് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സാർ ഇവിടെ പറഞ്ഞതുപോലെ നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണ്. കഴിഞ്ഞ 2024 നീറ്റിൽ 25 lakh സ്റ്റുഡൻസ് ആണ് നീറ്റിന് അപ്ലൈ ചെയ്തത്. ഈ വർഷത്തെ കണക്ക് പുറത്തു വിട്ടിട്ടുള്ളത്. അത് തന്നെയാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ നമ്മൾക്ക് എല്ലാവർക്കും നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ നല്ലൊരു ടീമാണ്, കാരണം വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ലൊരു ടീമാണ്. MBBSനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് മിനിമം ഓരോരുത്തർ 100-200 അഡ്മിഷൻസ് ക്ലോസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾക്ക് നല്ലൊരു ബിസിനസ് ആയിരിക്കും അത്. അതിൽ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ആൾറെഡി വിനോദ് സാറ് നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തു കഴിഞ്ഞു. ഇവിടെ ഈ ഒരു സ്ലൈഡ് നമ്മൾക്ക് കാണാം, ഇന്ത്യയും അബ്രോഡും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ്. ഓക്കെ, ഇന്ത്യയിൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് നീറ്റിന്റെ അടിസ്ഥാനത്തിൽ, നീറ്റ് എക്സാമിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നാഷണൽ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി ഈ അലോട്ട്മെന്റ് ചെയ്യുന്നത്. സിംഗിൾ വിൻഡോ അലോട്ട്മെന്റ് ആണ്. 100% ഗവൺമെന്റ് അലോട്ട്മെന്റ് ആണ്. ഇവിടെ നമുക്ക് 3 തരത്തിലുള്ള സീറ്റുകൾ കാണാൻ പറ്റും. ഒന്ന് ഗവൺമെന്റ് കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലുള്ള 100% സീറ്റും, അതിൽ ഒരു വ്യത്യാസമില്ല, ഗവൺമെന്റ് അലോട്ട്മെന്റ് ആണ്. മാനേജ്മെന്റിൽ വരുമ്പോഴാണ് 2 തരത്തിലുള്ള മറ്റ് സീറ്റുകൾ നമുക്ക് കാണാൻ പറ്റുക. ഒന്ന് ഈ മാനേജ്മെന്റ് സീറ്റും, രണ്ടാമതായിട്ട് മാനേജ്മെന്റിലുള്ള ഗവൺമെന്റ് അലോട്ട്മെന്റ് സീറ്റാണ്. അതിന് മാനേജ്മെന്റ് സീറ്റ് നമുക്ക് പറയാം. ആക്ച്വലി ദിസ് ഓൾസോ ഗിവിംഗ് അലോട്ട്മെന്റ് ബൈ ദി ഗവൺമെന്റ്. ഓക്കെ, പിന്നീട് 20% ഇതിൽ വരുന്നത് NRI സീറ്റും. ഇങ്ങനെ NRI സീറ്റും മാനേജ്മെന്റ് സീറ്റും 2 സീറ്റാണുള്ളത്. ഇതിൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിലാണ് ചെറിയ ഫീസാണ് വരുന്നുള്ളൂ. അത് ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിട്ടുള്ള ഫീസാണ്. 25,000 മുതലുള്ള ഫീസ് സ്ട്രക്ചറുള്ള കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഉണ്ട്. ഇന്ത്യയിൽ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ ഫീസുകളാണുള്ളത്. എന്നാൽ മാനേജ്മെന്റിൽ വരുമ്പം 7 to 8 lakhs ആണ് അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ വരുന്നത്. NRI കോട്ടയിൽ വരുമ്പോൾ 20 lakhsന്റെ മുകളിലാണ് പെർ ഇയർ ഫീസ് സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, പിന്നീട് നമുക്ക് ഈ മാനേജ്മെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞു മാനേജ്മെന്റിലും NRI കോട്ടയിലും ഫീസും ചെലവൊക്കെ വളരെ കൂടുതലാണ്. ഗവൺമെന്റ് കിട്ടുകയാണെങ്കിൽ വളരെ കുറവാണ്. ഓക്കെ, അതേസമയം ഈ പ്രൈവറ്റ് കോളേജുകളും യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ് നോക്കുമ്പോൾ നമുക്ക് വളരെ ലോ ആയിട്ടാണ് കാണാൻ പറ്റുക. എന്നാൽ ഗവൺമെന്റ് കോളേജുകളും അതുപോലെ എയിംസ് പോലെയുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ ഈ നല്ല ടോപ്പ് റാങ്ക്ഡാണ്. നമ്മൾ ഒരിക്കലും കുട്ടികളോട് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട, നിങ്ങൾ വിദേശത്ത് പോയിക്കോ എന്ന് പറയാറില്ല.
നമ്മൾ അവരോട് പറയുന്നത് ഇവിടെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ. പക്ഷെ ഇവിടെ കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ പുറത്തേക്ക് പോയിട്ടില്ല. ഇവിടെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 1,25,000 സ്റ്റുഡൻസ് ആണ് നീറ്റ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് മാക്സിമം 4,000-4,500 സീറ്റുള്ളൂ. ബാക്കിയുള്ള കുട്ടികൾക്കൊന്നും ഇവിടെ സീറ്റില്ല. അതിൽ കുറെ കുട്ടികൾ നഴ്സിംഗും അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും കേരളത്തിൽ നിന്നും നല്ലൊരു ശതമാനം കുട്ടികൾ, ഒരു 60,000 കുട്ടികളെങ്കിലും മിനിമം MBBS തന്നെ ഉദ്ദേശിക്കുന്നവരാണ്. അവർ റിപ്പീറ്റ് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു. അവര് MBBS സ്വപ്നം കണ്ട് MBBS മാത്രമേ പഠിക്കുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തുന്നുണ്ട്. അങ്ങനെ എത്താതെ അവർക്ക് പഠിക്കാൻ പറ്റില്ല. അവിടെയാണ് നമുക്ക് അബ്രോഡ് എഡ്യൂക്കേഷന്റെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. നിങ്ങൾക്കറിയാം, നീറ്റ് വിദേശത്ത് പോകാനുള്ള ക്വാളിഫിക്കേഷൻ, വിദേശത്ത് പോകുന്നതിനോ പഠിക്കുന്നതിനോ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളിലും കൺട്രിയിലും പ്രശ്നമല്ല, നീറ്റിന്റെ ആവശ്യമല്ല. പക്ഷേ വിദേശത്ത് പോയി തിരിച്ചു വന്ന് ഇവിടെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നീറ്റിന്റെ ആവശ്യമുണ്ട്. നീറ്റ് 2023, 24, 25 ഇതിൽ ഏതെങ്കിലും ഒരു വർഷം, 3 വർഷത്തിൽ ഏതെങ്കിലും ഒരു വർഷം നിങ്ങൾക്ക് ഈ നീറ്റ് ക്വാളിഫൈഡ് ആയാൽ മതി. ഓക്കെ. മറ്റൊന്ന് എന്താന്ന് വെച്ചാൽ നമ്മൾ അഡ്മിഷൻ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. പലർക്കും അഡ്മിഷൻ എടുക്കും, ക്യാഷ് വാങ്ങും, പക്ഷെ അവർക്ക് അഡ്മിഷൻ ആവില്ല. പിന്നീട് പലതരത്തിലുള്ള ഹെഡേക്ക്. സർ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? വോയിസ് ബ്രേക്ക് ആകും. ഞാൻ എന്നാലും ഹെഡ്സെറ്റ് ബ്രേക്ക്. ഓക്കെ, ക്യാൻ യു ഹിയർ മീ റൈറ്റ് നൗ? യെസ് സർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അഡ്മിഷൻ 100% കൺഫേം ആക്കുക എന്നുള്ളതും ഈ അബ്രോഡ് എഡ്യൂക്കേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ആൾറെഡി വിനോദ് സാർ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. 100% നമ്മൾ ഈ കൺഫേം ആണ്, അഡ്മിഷൻ 100% കൺഫേം ആണ് എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ. പിന്നീട് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും, ഈ വിദേശത്ത് ടോപ്പ് യൂണിവേഴ്സിറ്റികളുണ്ട്, ആവറേജും ലോവർ റേഞ്ചും ഉള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. പക്ഷെ ഇവിടെ അലോട്ട്മെന്റ് അല്ലാത്തത് കൊണ്ട് നമുക്ക് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി നോക്കി സെലക്ട് ചെയ്യാന്ന്. അതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികൾക്ക് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. ഒരു വിദേശത്ത് പോകുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ വളരെ കൂടുതലാണ്. ഇന്റർനാഷണൽ എക്സ്പോഷർ അവർക്ക് അമേരിക്ക, UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഷെങ്കൻ കൺട്രീസ്, മിഡിൽ ഈസ്റ്റ് കൺട്രീസ് ഇവിടെയൊക്കെ പോകാനും അവിടെയൊക്കെ അവർ കരിയർ ബിൽഡ് ചെയ്യാനും ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാനും കഴിയും. അല്ലെങ്കിൽ അതിനുള്ള ഒരു തിരിച്ചറിവ്, അവരുടെ മെന്റൽ ഹെറൈസൺ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതും പുറത്തു പോകുന്ന കുട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കറിയാം, കേരളം ഇന്ന് ഇങ്ങനെ ആയതിന്റെ കാരണം നമ്മുടെ നാട്ടിലുള്ള ആളുകള് വിദേശത്തേക്ക് പോയി പല രാജ്യങ്ങളിൽ പോയിട്ട് ഏൺ ചെയ്തതാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ കുട്ടികൾക്ക് ഉണ്ടാവുന്നു. അതുപോലെ തന്നെ അത് നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഇന്ത്യയിൽ പഠിക്കുകയാണെങ്കിൽ വിദേശത്ത് പഠിക്കുകയാണെങ്കിലും NMC അപ്രൂവൽ ആയിരിക്കണം. NMCയുടെ അപ്രൂവൽ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഒരു യൂണിവേഴ്സിറ്റി പോലും അംഗീകരിച്ച് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നില്ല. 2018 മുമ്പ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ആയിരുന്നു, പിന്നീട് നാഷണൽ മെഡിക്കൽ കമ്മീഷനായി. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ആയിരുന്നപ്പോൾ ഇങ്ങനെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ പ്രസിദ്ധീകരിക്കുന്നില്ല. മറിച്ച് 18/11/2021 18 നവംബർ 2021 നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഒരു ഓർഡർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ ഓർഡർ പ്രകാരം ഈ വിദേശത്ത് പോയി പഠിക്കാനുള്ള ക്രൈറ്റീരിയയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്നാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ടെസ്റ്റ് ചെയ്തിടാം, ഞാൻ എൻ്റെ സെഷനിൽ പറയും. ഓക്കെ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് 54 months എങ്കിലും കോഴ്സിന്റെ ഡ്യൂറേഷൻ ഉണ്ടായിരിക്കണം എന്നാണ്. 54 months കോഴ്സിന്റെ ഡ്യൂറേഷൻ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, 1 വർഷം ഇന്റേൺഷിപ്പ് ഉണ്ടായിരിക്കണം, ചെയ്തിരിക്കണം. 1 വർഷം ഇന്റേൺഷിപ്പ് അവിടെ പഠിച്ചിരിക്കണം. ഏത് യൂണിവേഴ്സിറ്റിയിലാണോ പഠിച്ചത് അവിടെ 1 വർഷം ഇന്റേൺഷിപ്പ് പഠിച്ചിരിക്കണം. മൂന്നാമത്തെ കാര്യം, ആ പഠിക്കുന്ന രാജ്യത്ത് ലൈസൻസ് കിട്ടണം. അപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 54 months അഥവാ 4.5 years കോഴ്സ് പഠിച്ചിരിക്കണം, 1 year ഇന്റേൺഷിപ്പ് ഉണ്ടായിരിക്കണം, മൂന്നാമതായിട്ട് അവിടെ ലൈസൻസ് കിട്ടണം. ചൈനയിൽ അഡ്മിഷൻ ചെയ്യുന്ന ഏജൻസ് ഉണ്ട്, അല്ലെ? ചൈനയിൽ അഡ്മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും പാലിക്കുന്നില്ല. അതുപോലെ തന്നെ സെൻട്രൽ അമേരിക്കയിൽ അഡ്മിഷൻ ചെയ്യുന്ന ഏജൻസ് ഉണ്ട്, അവിടെയൊന്നും ഈ കാര്യങ്ങൾ പാലിക്കുന്നു. നമ്മൾ അഡ്മിഷൻ ചെയ്യുമ്പോൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. പലരും പലതും പറയും. അപ്പൊ അതുകൊണ്ടാണ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ച്. എന്തായിരുന്നാലും അബ്രോഡ് നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. NMC ഗൈഡ് ലൈൻസ് കൃത്യമായി പാലിക്കണം
എന്നാണ് ഇതിലൂടെ എനിക്ക് പറയാനുള്ളത്. പിന്നീട് സാധാരണയായിട്ട് ഈ നിങ്ങൾക്കറിയാം +2 കഴിഞ്ഞ് ഓരോ യൂണിവേഴ്സിറ്റികളിലും വ്യത്യസ്തമായിട്ടുള്ള ഈ മാനദണ്ഡങ്ങളാണുള്ളത്. ചിലപ്പോൾ ഉദാഹരണമായിട്ട് മോൾഡോവയിലാണെങ്കിൽ ഒരു 60% മാർക്കാണ് അത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ ചോദിക്കുന്നത്. എന്നാൽ ബൾഗേറിയയിൽ ആണെങ്കിൽ കെമിസ്ട്രി, ബയോളജിയിൽ 62% മാർക്കാണ്. എന്നാൽ ഈജിപ്തിൽ ആണെങ്കിൽ ഈ ടോപ്പ് 5 യൂണിവേഴ്സിറ്റിയിൽ ഈ 75% മാർക്ക്. അതേസമയം ഉസ്ബെക്കിസ്ഥാനിലാണെങ്കിൽ ജസ്റ്റ് പാസ്സായാലും നീറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ അവിടെ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, നീറ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, വിദേശത്ത് പോകുന്നതിനോ പഠിക്കുന്നതിനോ അല്ല നീറ്റ്, മറിച്ച് ഇവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നീറ്റാണ് ഇപ്പം എലിജിബിലിറ്റി. പണ്ട് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുമായിരുന്നു, ഇപ്പൊ അതിന് പകരമായിട്ട് നീറ്റാണ്. ഇതിൽ നീറ്റിൽ 164 ആണ് കഴിഞ്ഞ പ്രാവശ്യം ജനറൽ കാറ്റഗറിയിൽ ഉള്ളവർക്ക്. അതേസമയം ഫിസിക്കലി ചാലഞ്ചും SC, ST, OBC കാറ്റഗറിയിൽ വരുന്നവർക്ക് മാർക്കിൽ വ്യത്യാസം ഉണ്ടാവും. ഇത് എത്രയാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് ഈ നീറ്റിന്റെ റിസൾട്ട് വരുമ്പോൾ, മെയ് 4-ന് നീറ്റാണ്, നിങ്ങൾക്കറിയാം. നീറ്റിന്റെ റിസൾട്ട് ജൂൺ 4-നൊക്കെയാണ് പ്രസിദ്ധീകരിക്കുക. എന്തായിരുന്നാലും ഈ ജൂണിൽ നീറ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, എന്തായാലും ഒരു 170 ഒക്കെ കട്ട് ഓഫ് വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സാധാരണ ഈ കോഴ്സ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് പല കൺട്രിയിലും പല രീതിയിലാണ്. യൂറോപ്യൻ കൺട്രീസിലും ഒക്കെ ഷെങ്കൻ കൺട്രീസിലും 6 ഇയേഴ്സ് ആണ് കോഴ്സ് വരുന്നത്. ഓക്കെ, ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പിന്നെ അടുത്ത സ്ലൈഡിൽ പറയാം. സ്ലൈഡ് മാറ്റിക്കോളൂ. ഓക്കെ, പിന്നീട് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളും. എന്റെ സൗണ്ട് ക്ലിയർ അല്ല? സൗണ്ട് ക്ലിയർ അല്ല? സാറേ ഇടയ്ക്ക് ബ്രേക്കായി പോകുന്നു സാർ. എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? ബ്രേക്ക് അല്ല, സൗണ്ട് ലോ ആണ്. ഒന്നും കൂടെ ഒന്ന് അപ്പാക്കി ഉഷാറാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് നല്ല ക്ലിയർ ഉണ്ട്, കുഴപ്പമില്ല. സാറ് പറയുന്നത് ഇവിടെ നല്ല ക്ലിയർ ഉണ്ട്, പക്ഷെ സെതലു സാറിന് കുറച്ച് അപ്പാക്കിയ കുഴപ്പമില്ല. ആണല്ലേ? ഓക്കെ 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 താങ്ക് യു. അപ്പോ ഈ നിങ്ങൾ ഡൗട്ട്സ് ഉള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഗവൺമെന്റ് ഇതിൽ വിദേശത്ത് നമ്മൾ ക്യാമ്പസ് ഇവിടെ നമ്മൾ ഈ നിങ്ങൾക്കറിയാം ഗ്രീൻ വേൾഡ് എഡ്യൂക്കേഷൻ ചെയ്യുന്ന എല്ലാ യൂണിവേഴ്സിറ്റികളും ഗവൺമെന്റ് അല്ലേ വിനോദ് സാറേ? ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ? നമ്മൾ പ്രൈവറ്റ് ഒന്നും ചെയ്യുന്നില്ല, പബ്ലിക് യൂണിവേഴ്സിറ്റികൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാ അപ്രൂവൽസുകളും ഇപ്പം സാറ് നമ്മൾ പറയുന്ന MNCയുടെ തൊട്ട് ആ രാജ്യത്തിന്റെ തൊട്ട് എല്ലാം അത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. വേറെ ഓക്കെ സർ, ഓക്കെ സർ, അതൊരു നല്ലൊരു തീരുമാനമാണ്. കാരണം പ്രൈവറ്റിൽ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ഇല്ല, പക്ഷേ പൊതുവെ നമ്മൾക്ക് കൂടുതൽ സൗകര്യങ്ങള്, അംഗീകാരങ്ങള്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാവുക ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളാണ്. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം വളരെ നല്ലതാണ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെക്കാട്ടിൽ നമുക്ക് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളാണ് ഏറ്റവും നല്ലത്. പ്രൈവറ്റിൽ പഠിച്ചെന്ന് വിചാരിച്ച് കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികൾ തന്നെ ധാരാളമായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷനും എക്സലന്റ് ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇപ്പൊ നമുക്ക് നാട്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ കോഴിക്കോട് മലബാർ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നതും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നതും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല, അല്ലെ? അതുപോലെ പുറത്തേക്ക് പോകുമ്പോൾ IELTS, TOEFL ഒന്നും ആവശ്യമില്ല, ഇതൊന്നും ആവശ്യമില്ല. എന്നാൽ ചില യൂണിവേഴ്സിറ്റികൾ ഇംഗ്ലീഷ് ടെസ്റ്റോ അല്ലെങ്കിൽ ചെറിയൊരു എൻട്രൻസോ ഒക്കെ നടത്തും. അത് ഞാൻ അടുത്ത സ്ലൈഡിലൂടെ നിങ്ങൾക്ക് പറയാം. ചില യൂണിവേഴ്സിറ്റികൾ ഇന്റർവ്യൂ ഒക്കെ നടത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്തായിരുന്നാലും നമ്മൾ പറഞ്ഞേക്കുന്ന എല്ലാ യൂണിവേഴ്സിറ്റികളും മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും. അതിനൊക്കെ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു സ്ലൈഡിൽ പറയാൻ കാരണം. പിന്നീട് NMC, WHO, ECFMG, WFME ഇങ്ങനെ പലതരത്തിലുള്ള അംഗീകാരങ്ങൾ നമുക്ക്. സ്ലൈഡ് മാറുന്നില്ലല്ലോ. ഓക്കെ, താങ്ക് യു. പിന്നീട് എല്ലാ സ്ഥലത്തും അംഗീകാരം. ഇപ്പോൾ ഒരു സാധാരണയായിട്ട് എന്തൊക്കെ അംഗീകാരമാണ് വേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് WHO ഡയറക്ടറിയില അതിൽ ലിസ്റ്റ് ചെയ്യണം എന്നുള്ളത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മെഡിക്കൽ ഡയറക്ടറി, അത് www.wdoms.org എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ നോക്കുമ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി വേണം. ഓക്കെ. രണ്ടാമതായിട്ട് നമ്മൾക്ക് US-ലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ, US-ൽ പ്രത്യേകിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ USMLE എഴുതണമെങ്കിൽ, USMLE എഴുതണമെങ്കിൽ ECFMG അപ്രൂവൽ വേണം. ECFMG അപ്രൂവൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അപ്രൂവൽ നമുക്ക് എപ്പോഴും നല്ലതാണ്. ഓക്കെ. ഓക്കെ,
പിന്നീട് ചില യൂണിവേഴ്സിറ്റികൾ സ്കോളർഷിപ്പ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫീസ് നമ്മൾക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചാൽ മതി. ഒരു ഡൊണേഷനോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. നമ്മൾ നാട്ടിലത്തെ പോലെ. നാട്ടിലിപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, 1.5 കോടി മുതൽ 2 കോടി വരെയാണ് നാട്ടിലെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ പേരൻസിന് എത്രയാണ് അവർ ബജറ്റ് അതനുസരിച്ച് യൂണിവേഴ്സിറ്റികളുണ്ട്. അതും ചില യൂണിവേഴ്സിറ്റികൾ സ്കോളർഷിപ്പ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം ഉള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. ഇവിടെ നീറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ സാർ, ചേഞ്ച് ചെയ്തു. നീറ്റ് ഇവിടെ പറയുന്നുണ്ട്. നീറ്റ് 164 മാർക്സ് ആയിരുന്നു കഴിഞ്ഞ വർഷം കേട്ടോ. അത് കഴിഞ്ഞ വർഷത്താണ്. OBC SC ST ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ളത് 129 മാർക്സ് ആണുള്ളത്. ഓക്കെ, ഇനി എന്തായിരുന്നാലും ഈ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിലും വിദേശത്ത് പ്രാക്ടീസ് ചെയ്യണമെങ്കിലും നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം. ഇനി NRI കോട്ടയിൽ ഒരാൾ അഡ്മിഷൻ എടുക്കണമെങ്കിലും നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ സാർ. പിന്നീട് നമ്മൾക്ക് ഈ വിദേശത്ത് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എവിടെ MBBS പഠിച്ചു, MBBSന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്ത് എവിടെയും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അല്ലെ, നമ്മൾക്കറിയാം ഈ ഇവിടെ BHMS, BVMS, BUMS അല്ലെ, ഈ അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള കോഴ്സസ് ഉണ്ട്. ഈ കോഴ്സസ് ഒന്നും എല്ലാ സ്ഥലത്തും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. MBBS ആണെങ്കിൽ ഈ അറൗണ്ട് UNO അംഗീകരിച്ച 193 കൺട്രീസ് ഉണ്ട്. ഈ കൺട്രീസിൽ എവിടെയും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പക്ഷേ ചില രാജ്യങ്ങളിൽ ഈ ലൈസൻസിയേറ്റ് എക്സാം ഉണ്ടാവും. ആ രാജ്യത്തെ ഒരു എക്സാം ഉണ്ടാവും. അപ്പൊ അത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ്. ഇത് കുട്ടികൾക്ക് അറിഞ്ഞിരിക്കണം. കാരണം ഓപ്പർച്യൂണിറ്റീസ് ഹണ്ട് ചെയ്യുമ്പം, അവരെ കരിയർ ബിൽഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എക്സാംസ് ഉണ്ട് എന്ന് അവർക്ക് അറിഞ്ഞിരിക്കണം. ഇന്ത്യയുടെ വെളിയിൽ എവിടെ പഠിച്ച് തിരിച്ചു വരികയാണെങ്കിലും ഈ ഇന്ത്യയിൽ നടക്കുന്ന ഒരു പരീക്ഷയാണ് FMG എന്ന് പറയുന്നത്, ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ. ഈ ഒരു എക്സാമിനേഷൻ കുട്ടികൾ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിൽ നടക്കുന്ന ഒരു എക്സാമാണ്. 300 മാർക്കിന് നടക്കുന്ന എക്സാം രാവിലെ 150 മാർക്കിനും അതുപോലെ തന്നെ ഈ ഉച്ചയ്ക്ക് ശേഷം 150 മാർക്കിനാണ്. രാവിലെ ക്ലിനിക്കൽ സബ്ജക്ട്സും ഉച്ചയ്ക്ക് ശേഷം നോൺ ക്ലിനിക്കൽ സബ്ജക്ട്സും ആയിട്ട് നടക്കുന്ന ഒരു എക്സാമാണ്. ഇതിൽ ഈ ഔട്ട് ഓഫ് 300-ൽ 50% മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾ പാസ്സാവും എന്നുള്ളതാണ്. ഇതിന് ആൾറെഡി ഈ വിനോദ് സാറ് നമ്മൾ കോഴിക്കോട് ഒരു കോച്ചിങ് സെന്റർ ഉണ്ട്, അവരുമായിട്ട് കൊളാബറേഷനാണ്. അതുകൊണ്ട് ആ എക്സാമിനെ കുറിച്ച് നമ്മളെ കുട്ടികൾ പേടിക്കുക വേണ്ട. മാത്രമല്ല, കുട്ടികൾ പോകുമ്പോൾ അവർക്ക് ടെലഗ്രാമിൽ ഒരു ലിങ്ക് ഉണ്ട്. ഈ കോഴിക്കോട് ഈ നെക്സ്റ്റ് ലേണിംഗ് സെന്റർ എന്നാണ് അതിന്റെ പേര്. നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോളൂ അല്ലെ, പറഞ്ഞോട്ടല്ലേ സാറേ? നെക്സ്റ്റ് ലേണിംഗ് സെന്റർ. തീർച്ചയായിട്ടും പറഞ്ഞോളൂ. ഓക്കെ, നെക്സ്റ്റ് ലേണിംഗ് സെന്റർ എന്നുള്ളത് ഈ നമ്മൾ FMG കോച്ചിങ്ങിനായിട്ടുള്ള സെന്റർ. അത് നമ്മളൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. മനസ്സിലായല്ലോ? നമ്മൾ സംതിങ് ഡിഫറെന്റ് ആണ്, നമ്മളൊരു പ്രീമിയം സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് അവരോട് പറയാം. അപ്പൊ ഒരു കുട്ടി ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ബ്രിഡ്ജ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. ബ്രിഡ്ജ് ക്ലാസ് എന്ന് പറയുന്നത് ആ കുട്ടി ഈ പോകുന്നത് വരെ അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾ കറക്റ്റായിട്ട് കൗൺസിലിംഗ് ചെയ്യും. കൗൺസിലിംഗ് ചെയ്ത് ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രിയും ഹിസ്റ്റോളജി ഒക്കെ അവർക്ക് ഓറിയന്റേഷൻ ക്ലാസ് കൊടുക്കാം. എല്ലാ ദിവസവും 4 സാറ്റർഡേ സൺഡേ വെച്ച് ബാക്കിയുള്ള 5 ദിവസവും ക്ലാസ് ആയിരിക്കും. അപ്പൊ ഇത് നമ്മൾ കൊടുക്കുന്ന ഒരു സർവീസാണ്. ഈ ഇതില് ഈ കൂടുതൽ കാര്യങ്ങൾ വിനോദ് സാർ പറയും നിങ്ങളോട്. അതുപോലെ തന്നെ FMGന്റെ കോച്ചിങ് അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടെലഗ്രാമിൽ നെക്സ്റ്റ് ലേണിംഗ് സെന്ററിന്റെ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ നമ്പറൊന്നും അതിൽ കാണൂല. ഒരു കുട്ടിക്കും വേറെ മിസ്യൂസ് ചെയ്യുന്നില്ല ആരും. പക്ഷെ എല്ലാ ദിവസവും അതിന്റെ 10-20 ഈ ക്വസ്റ്റ്യൻസും വീഡിയോസും മറ്റ് കണ്ടന്റുകളൊക്കെ ഇതിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും ഈ കുട്ടികൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റുകയും നമ്മുടെ എല്ലാ കുട്ടികളും കോഴ്സ് കഴിയുമ്പോൾ തന്നെ FMG പാസ്സാവുന്നത് ഉറപ്പിക്കാനും പറ്റും. അവിടുന്ന് കഴിഞ്ഞു വന്ന 4 മാസത്തെ ഒരു ട്രെയിനിങ് ഈ കോഴിക്കോടും ഡൽഹിയിലുണ്ട് നെക്സ്റ്റ് ലേണിംഗ് സെന്റർ. അവർക്ക് എവിടെ വേണമെങ്കിലും ഈ പോവാം, പഠിക്കാം. ഈ നമ്മൾ വിട്ട കുട്ടികൾക്ക് ചെറിയ പേയ്മെന്റിലായിരിക്കും ചെയ്യാം. അത് വിനോദ് സാറ് പറയും നിങ്ങളോട്. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻസ് ഉണ്ട്. പിന്നീട് ഒരു കുട്ടി US-ലാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ USMLE എന്ന് പറയുന്ന ഒരു എക്സാമാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെഡിക്കൽ ലൈസൻസ് എക്സാമിനേഷൻ. ഇത് ഈ 3 സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ എന്തായിരുന്നാലും ഇത് ECFMG അപ്രൂവലുള്ള എല്ലാ യൂണിവേഴ്സിറ്റീസിലും അവർക്ക് പോയി കഴിഞ്ഞാൽ ഈ എക്സാം എഴുതാം. ഇങ്ങനെ നല്ല മാർക്ക് കിട്ടുന്ന കുട്ടികൾക്ക് PG എടുക്കാൻ അവസരമുണ്ട്. PG എന്ന് പറയുന്നത് ജോലി ചെയ്തിട്ട് ഈ പഠിക്കുന്ന ഒരു സിസ്റ്റമാണ്. അതായത് അവർ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യണം. ആ സമയത്ത് അവർക്ക് സ്റ്റൈപ്പൻഡ് കിട്ടും.
മനസ്സിലായല്ലോ? ചില കുട്ടികൾ അയ്യോ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇനി പി ജി എടുക്കണ്ടേ. പി ജി ഇന്ത്യയിലാണെങ്കിലും US UK ഒക്കെ തന്നെ സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുണ്ട്, നല്ല സ്റ്റൈപ്പൻഡ് കിട്ടും. അതുപോലെ കാനഡയാണെങ്കിൽ NCC എന്ന് പറയുന്ന ഒരു എക്സാമാണ്, UK ആണെങ്കിൽ പ്ലാബ് എന്ന് പറയുന്ന ഒരു എക്സാം ആണുള്ളത്. ഇങ്ങനെ പലതരത്തിലുള്ള എക്സാമുകൾ ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ സ്ലൈഡ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഈ എക്സാം എഴുതുന്നതോട് കൂടിയിട്ട് അവർക്ക് ഇവിടെയൊക്കെ ജോലി ചെയ്യാനോ PG ചെയ്യാനോ സാധിക്കും. പിന്നീട് ഓസ്ട്രേലിയയാണ് GAM SAT ആണ്. ഓസ്ട്രേലിയ GAM SAT നിങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ കിട്ടും. എനിക്ക് തോന്നുന്നു ഈ സ്ലൈഡ് ഒരു പക്ഷേ സാറ് ഷെയർ ചെയ്ത് തരുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. എന്നിരുന്നാലും നിങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കി കൂടുതൽ പഠിക്കാം. അതുപോലെ ഷെങ്കൻ കൺട്രീസിലൊക്കെ ഇപ്പോൾ ഉദാഹരണമായിട്ട് ജർമ്മനിയിലാണെങ്കിൽ ഷെങ്കൻ കൺട്രീസ് എന്ന 29 കൺട്രീസ് ആണ്. ഇവിടെ ഷെങ്കൻ കൺട്രീസിലാണെങ്കിൽ ഷെങ്കൻ കൺട്രീസ് അല്ലാതെ വേറൊരു രാജ്യത്താണ് പഠിച്ചതെങ്കിൽ അവിടേക്ക് ഒരു ഇക്വിവലൻസി എക്സാം ഉണ്ട്, ലൈസൻസിയേറ്റ് എക്സാം ആയിട്ട്. അതുപോലെ അവിടുത്തെ ലാംഗ്വേജും പഠിച്ചിരിക്കണം. ഇനി മിഡിൽ ഈസ്റ്റിൽ 6 കൺട്രീസ് ഉണ്ട്. മിഡിൽ ഈസ്റ്റിൽ UAE, KSA, അതുപോലെ തന്നെ ഒമാൻ, ഖത്തർ, ഈ ബഹ്റൈൻ, കുവൈറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഈ 6 രാജ്യങ്ങളിലും ആ കൺട്രീസിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആണ് എക്സാം നടത്തുന്നത്. അത് അവിടെ പ്രാക്ടീസ് ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് 2 വർഷത്തെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷനാണ്. ഓക്കെ. പിന്നീട് എന്തൊക്കെ അംഗീകാരങ്ങളാണ് വേണ്ടത് എന്നുള്ളതാണ്. ഏതൊക്കെ അംഗീകാരങ്ങളാണ് വേണ്ടത് ഇത് ഞാൻ ജസ്റ്റ് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അപ്രൂവലാണ്. ഈ WDOMS.org എന്ന് പറയുന്ന സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ നിങ്ങൾക്കറിയാം നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യും വേണം. ചില യൂണിവേഴ്സിറ്റികൾക്ക് NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളാണ് എന്ന് നമ്മൾ ഉറപ്പുവരും. ഓക്കെ, ചേഞ്ച് ചെയ്തോളൂ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ടെസ്റ്റ് ചെയ്യട്ടാ. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ചാറ്റ് ബോക്സിൽ ടെസ്റ്റ് ചെയ്താൽ. ഓക്കെ, സ്ലൈഡ് മാറ്റിക്കോളൂ. ഇനി ഞാനിവിടെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ വിദേശത്തേക്ക് പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള. പുറത്തേക്ക് പോകുമ്പോൾ സർ പുറത്തേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന് ക്വാളിറ്റിയാണ്. ഫോക്കസ് ഓൺ ക്വാളിറ്റി, അല്ലെ? അതായത് NMC WHO അപ്രൂവൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇന്ത്യ, യൂറോപ്പ് ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളെ പോലെ നല്ല ക്വാളിറ്റിയുള്ള സിലബസ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കണം ക്ലാസ് ഉണ്ടാകുന്നത്. ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരിക്കണം. ലബോറട്ടറി, അതുപോലെയുള്ള കടാവേഴ്സിന്റെ അവൈലബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ചില സ്ഥലത്ത് കടാവേഴ്സ് ഉണ്ടാവില്ല. അങ്ങനെ തന്നെ നെക്സ്റ്റ് കോച്ചിങ് ഒക്കെ ഈ ഉണ്ടാവുന്നത് നല്ലതാണ്. എന്തായിരുന്നാലും ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് നമ്മളെ മക്കളെ സ്കൂളിലേക്ക് വിടുമ്പോൾ നമ്മൾ എങ്ങോട്ടാ വിടുക? എവിടെയാണ് ഏറ്റവും ക്വാളിറ്റി അവിടേക്കാണല്ലോ വിടുക. അപ്പൊ അതേപോലെ മെഡിക്കലിന് പഠിക്കുമ്പോഴും അവരെ പറഞ്ഞേക്കേണ്ടത് ഏറ്റവും ക്വാളിറ്റി ഉള്ളിടത്താണ്. അതിന് ഇനി സാമ്പത്തികം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അനുവദിക്കുന്ന നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഏറ്റവും നല്ല സ്ഥലത്ത് വിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് നമ്മളെ കുട്ടികൾക്കുള്ള ഒരു സ്ലൈഡാണ് തോന്നുന്നത്. ഈ എന്തായിരുന്നാലും ക്വാളിറ്റിയിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, ഒന്നാമത്തെ കാര്യം. 4 കാര്യങ്ങളാണ് ഈ ഇതിൽ പറയുന്നത്. 5 കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, മറ്റൊന്ന് ഈ ക്വാളിറ്റിയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, സ്ലൈഡ് മാറ്റിക്കോളൂ. ഓക്കെ, മാറ്റിക്കോളൂ. ഇത് പറഞ്ഞതാണ് NMC ഗൈഡ് ലൈൻ. സാറും അഡ്മിൻ ആണ്, സാറിന് അവിടുന്ന് മാറ്റാൻ പറ്റും. മാറ്റാൻ പറ്റുമോ? സാർ അഡ്മിൻ ആണ്, കുഴപ്പമില്ല. ഞാൻ മാറ്റാൻ ശ്രമിച്ചിട്ട് മാറുന്നില്ല. കുഴപ്പമില്ല, ഇവിടുന്ന് ചെയ്യാം. ഓക്കെ, താങ്ക് യു. മറ്റൊരു കാര്യം, ഈ രണ്ടാമത്തെ കാര്യം, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഈ 5 പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തത്, അവർ എങ്ങോട്ടാണ് എവിടെയാണ് ഡോക്ടറാവാൻ പോകുന്നത് എന്നുള്ള ഒരു തീരുമാനം അവരെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ തിരിച്ചു വരാനാണ് പ്ലാന് എങ്കിൽ അതനുസരിച്ചുള്ള യൂണിവേഴ്സിറ്റി അവർ സെലക്ട് ചെയ്യാം. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചുള്ള യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാം. മിഡിൽ ഈസ്റ്റിലാണ് അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ എനിക്ക് തോന്നുന്നു ഈജിപ്റ്റ് അവർക്ക് ഒരു നല്ല ഡെസ്റ്റിനേഷനാണ്. കാരണം അറബി സംസാരിക്കുന്ന രാജ്യമായതുകൊണ്ട് അവർക്ക് അറബ് സ്പീക്കിംഗ് കൺട്രീസിൽ പോയി തിരിച്ചു വന്നാൽ അവിടെയുള്ള യൂണിവേഴ്സിറ്റി, കെയ്റോ, എയിൻഷാംസ്, മൻസൂറ, അലക്സാണ്ട്രിയ, അസ്യൂട്ടൊക്കെ, ഇതൊക്കെ അവിടെയുള്ള മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഒക്കെ അപ്രൂവ്ഡ് ആണ്. പിന്നെ അറബി സംസാരിക്കുന്ന ഒരു 55ഓളം രാജ്യങ്ങൾ ലോകത്ത് അറബി സംസാരിക്കുന്നവരുണ്ട്. അതൊക്കെ അധികവും മിഡിൽ ഈസ്റ്റിലുണ്ട്.
അതുകൊണ്ട് അവിടെയുള്ള ഹോസ്പിറ്റൽസ് ഡോക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അറബി അറിയുന്നവർക്ക് ഏറ്റവും നല്ലത്. അതുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ പോകുന്നത് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നതിൽ 5 ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി US UK കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഇവിടെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് പറ്റുന്ന USMLE ഒക്കെ എഴുതാൻ പ്ലാബ് ഒക്കെ എഴുതാൻ പറ്റുന്ന ഈ യൂണിവേഴ്സിറ്റി യൂറോപ്പിലൊക്കെ ഷെങ്കൻ കൺട്രീസിലോ അല്ലെങ്കിൽ മോൾഡോവയിലോ ഒക്കെ പോവാണ് വേണ്ടത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു. എന്നാൽ യൂറോപ്യൻ കൺട്രീസിലാണ് അവർ പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഷെങ്കൻ കൺട്രീസിലാണ്. എന്നാൽ ഷെങ്കൻ കൺട്രീസിൽ അവർ പോകണ ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ PG ആണ് അവരുടെ ഉദ്ദേശമെങ്കിൽ അതിന് പറ്റുന്ന സ്ഥലത്ത് അവർ പോകും. അപ്പോൾ UK ഫ്രീ ആയിട്ട് PG ചെയ്യാൻ പറ്റും ചില ഈ GMC അപ്രൂവലുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ഈജിപ്തിലാണ് അവർ മറ്റുള്ള കൺട്രീസിലാണ് PG ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈജിപ്തിലൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് അവർക്ക് പോകും. ചില കുട്ടികൾക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് MBBS പഠിച്ചിട്ട് അവർ ബിസിനസ് ആണ് അവരുടെ ഉദ്ദേശമെങ്കിൽ ചൈനയിലൊക്കെ പോകാം. കാരണം ചൈനയിലൊക്കെ പോയി കഴിഞ്ഞാൽ പല ബിസിനസ്സുകൾ, അല്ലെങ്കിൽ UK ഡേ കെയർ ഒക്കെ നടത്താൻ, കെയർ ഹോംസ് ഒക്കെ നടത്താനാണ് ഉദ്ദേശമെങ്കിൽ അതനുസരിച്ചുള്ള യൂണിവേഴ്സിറ്റി പോകും. എന്തായിരുന്നാലും അവരുടെ ഒരു പ്ലാൻ എന്താണ്? ഒട്ടുമിക്ക കുട്ടികളുടെയും പ്ലാന് ഇന്ത്യയിൽ വന്ന് ഡോക്ടർ ആവണം എന്നുള്ളതല്ല സത്യം, മറിച്ച് അവർക്ക് മറ്റ് പല രാജ്യങ്ങളിലേക്കും പോകാനാണ്. അപ്പൊ അതനുസരിച്ച് ഒരു യൂണിവേഴ്സിറ്റി അവർ സെലക്ട് ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ ഓപ്പർച്യൂണിറ്റീസ് എവിടെയാണ് അവരുടെ ഡെസ്റ്റിനേഷൻ, എവിടെയാണ് അവർ പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതനുസരിച്ച് ഉള്ള ഒരു പ്ലാന് എവിടെ പോയാലും ഇന്ത്യയിൽ കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള സാധ്യത വേണം. മനസ്സിലായല്ലോ? പുറത്ത് മാത്രം പോകുന്ന സാധ്യത അല്ല നമ്മൾ നോക്കേണ്ടത്, ഇന്ത്യയിൽ കൂടെ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് പോകേണ്ടത്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ കാര്യം. 3. ഓക്കെ, മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സേഫ്റ്റി സെക്യൂരിറ്റിയാണ്. നിങ്ങൾക്കറിയാം, പുറത്ത് പോകുമ്പോൾ വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലത്താണ് പോകുന്നത്. ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഓഫ് ദി കൺട്രി, റേസിസം, കമ്മ്യൂണലിസം, റാഗിംഗ് ഫ്രീ ക്യാമ്പസ്, ബോയ്സും ഗേൾസും സെപ്പറേറ്റ് ഹോസ്റ്റലൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഈ വിദേശത്തൊന്നും അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. ഒരു കുട്ടിയും വേറൊരു കുട്ടിയുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടില്ല, പ്രൈവറ്റ് അഫയേഴ്സിൽ അവർ ഇന്റർഫിയർ ചെയ്യില്ല. പക്ഷെ നമ്മുടെ സംസ്കാരം അങ്ങനെയല്ല. നമ്മൾ വേർതിരിച്ച് നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നത് കൊണ്ട് ഒക്കെ സെപ്പറേറ്റ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ മെസ്സോ, കേരള മെസ്സോ, സെൽഫ് കുക്കിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാവണം. അതായത് മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സേഫ്റ്റി സെക്യൂരിറ്റിയാണ്. ഓക്കെ സർ. ഓക്കെ, നാലാമത്തെ കാര്യം, അവിടെ പോയിന്റ് മാറിയിട്ടുണ്ടോ? നാലാമത്തെ കാര്യം, നമ്മൾ അമിതമായി ഫീസ് കൊടുക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളത്. ഇത് ഉദ്ദേശിക്കുന്നത് NRI കോട്ടയിലും മാനേജ്മെന്റിലും ക്യാഷ് കൊടുത്തിട്ട് അഡ്മിഷൻ എടുക്കണ്ട എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നല്ലൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു ഡോക്ടർ ആവണമെങ്കിൽ, നല്ല സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു ഡോക്ടർ ആവണമെങ്കിൽ അവർക്ക് ഈ അധികം ക്യാഷ് കൊടുക്കാതെ പഠിക്കാം, അല്ലെ? അല്ലെങ്കിൽ അവരുടെ പേരൻസിന്റെ സമ്പാദ്യം തിരിച്ചു പിടിക്കാനായിരിക്കും ഇവരുടെ ശ്രമം. അതുകൊണ്ട് മിതമായ ഫീസ് കൊടുക്കുന്ന ഒരു സ്ഥലത്ത് പോയി പഠിക്കുക. ഒരു 10-40 ലക്ഷം അല്ലെങ്കിൽ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പേയ്മെന്റ് ഒക്കെ കൊടുത്ത് പഠിക്കുന്ന ഒരു സ്ഥലമായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നാലാമത്തേതായിട്ട്, നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പം ആരിലൂടെ അഡ്മിഷൻ എടുക്കുന്നു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾക്ക് എല്ലാ സർവീസും നമ്മളിപ്പം നേരത്തെ പറഞ്ഞു, ഈ ബ്രിഡ്ജ് ക്ലാസ് കൊടുക്കുന്നുണ്ട്, FMGന്റെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്, കുട്ടികളെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്, ഇങ്ങനെ എല്ലാ സർവീസും ഈ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളുടെ കൂടെ മാത്രം പോവുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അവർക്ക് കംഫർട്ടായിരിക്കും. നമുക്കൊരു പ്രീമിയം സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെ? അങ്ങനെ വരുമ്പം അവർക്ക് വളരെ കംഫർട്ടായിരിക്കും, ഏറ്റവും നല്ല രൂപത്തിൽ. എന്തായാലും പുറത്തു പോകുമ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. പോകുമ്പോൾ അവിടുത്തെ ക്ലൈമറ്റും ഫ്രണ്ട്സും ടീച്ചേഴ്സ്, ഫുഡ്, അക്കോമഡേഷൻ, എവറിത്തിങ് മേ ബി ഡിഫറെന്റ്. ബട്ട് വി ക്യാൻ സീ ദാറ്റ് ഈ ഇനീഷ്യൽ അസിസ്റ്റൻസ് അത് നിർബന്ധമായിട്ട് വേണം, അല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ കഴിയില്ല. മാത്രമല്ല, നമ്മളെ കുട്ടികൾ അവിടെ പഠിക്കുമ്പോൾ ട്യൂഷൻ വരെ വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെ പറ്റി കൂടുതലായിട്ട് ലാസ്റ്റ് വിനോദ് സാർ പറയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സർവീസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നിങ്ങൾ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ, നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ ഒരു പ്രീമിയം സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മറക്കരുത്, പറയാൻ മറന്നുപോയത്. കാരണം മാർക്കറ്റിൽ ഒരുപാട് ആളുകളുണ്ട്. ഈ മാർക്കറ്റിലെ ആളുകളെ അവരെ ഓവർടേക്ക് ചെയ്ത് നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ വി ആർ പ്രൊവൈഡിങ് പ്രീമിയം സർവീസ്. എന്താണ് പ്രീമിയം സർവീസ്? എൻഡ് ടു എൻഡ് സർവീസ്. നമ്മൾ കൗൺസിലിംഗ്
ചെയ്യുന്നു, അവർക്ക് സ്യൂട്ടബിൾ ആയ ഒരു യൂണിവേഴ്സിറ്റി എടുത്തു കൊടുക്കുന്നു, അവർക്ക് ബ്രിഡ്ജ് ക്ലാസ് കൊടുക്കുന്നു, അവരെ വിസ പ്രോസസ് ഡോക്യുമെന്റേഷൻ എല്ലാം ചെയ്യുന്നു, അവരുടെ കൂടുതൽ കുട്ടികളുടെ കൂടെ യാത്ര ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റ് എല്ലാ തരത്തിലുള്ള സർവീസുകളും, എയർപോർട്ട് പിക്കപ്പ്, സിം കാർഡ്, ഇനീഷ്യൽ ഫുഡ്, അവരുടെ അക്കോമഡേഷൻ അസിസ്റ്റൻസ്, വിസ അസിസ്റ്റൻസ്, ഒരുപാട് വർക്കുകളുണ്ട്, കുറച്ചൊന്നുമല്ല. മനസ്സിലല്ലോ, ചെയ്യുന്നവർക്ക് ഒരുപാട് വർക്കുകളുണ്ട്. പിന്നീട് പഠിക്കാൻ മോശമായ കുട്ടികൾക്ക് അവിടെ ട്യൂഷൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. പഠിക്കുമ്പം അവർക്ക് എല്ലാ ദിവസവും നമ്മൾ FMG കോച്ചിങ്ങിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. പഠിച്ചു കഴിഞ്ഞാലും ഇവിടെ FMG കോച്ചിങ്ങിന് നമ്മൾ റിഗറസ് കോച്ചിങ് ഡൽഹിയിലും കാലിക്കറ്റും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു പ്രീമിയം സർവീസ്, സ്റ്റെതസ്കോപ്പും കോട്ടൊക്കെ നമ്മൾ കൊടുക്കുമായിരിക്കും. അത് വിനോദ് സാർ പറയും നിങ്ങളോട്. ഇങ്ങനെയൊക്കെ എല്ലാ തരത്തിലും ഈ ബുക്കുകൾ, ടെക്സ്റ്റ് ബുക്കുകൾ 19 സബ്ജക്റ്റും നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കുകൾ കൊടുക്കുന്നു. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നീട് സാറ് പറയും. അപ്പൊ നമ്മളെ സർവീസ്, വി ആർ ഡൂയിങ് പ്രീമിയം സർവീസ് എന്നുള്ള കാര്യം നമ്മൾ പറയാൻ മറക്കരുത്. അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. അത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 5 കാര്യങ്ങൾ. ഇനി ചില കുട്ടികളെങ്കിലും എന്താ പറയാ, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ അഡ്മിഷൻ ചോദിക്കാം. അങ്ങനെ ചോദിക്കുന്നവരോട് നിങ്ങൾക്ക് പറയാനുള്ളത് അവിടെയൊക്കെ എൻട്രൻസ് എക്സാം ആണ്. നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. നമ്മൾക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ അഡ്മിഷൻ കൊടുക്കാൻ കഴിയില്ല. അവിടെ എൻട്രൻസ് എക്സാം ആണ്. MCAT, BMAT, ഇങ്ങനെയൊക്കെയുള്ള ഓരോ രാജ്യത്തും ഓരോ എക്സാമുകളാണ്. ആ എൻട്രൻസ് എക്സാമിലൂടെ അവർക്ക് ചെയ്യാം. ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ വേണ്ടിയിട്ട് മാത്രം ഈ സ്ലൈഡ് ഉൾപ്പെടുത്തി. നമ്മൾ കുറെ കൺട്രീസിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബൾഗേറിയ, മോൾഡോവ, ജോർജിയ, ഈജിപ്ത്, ഉസ്ബെക്കിസ്ഥാൻ, റഷ്യ, താജിക്കിസ്ഥാൻ, ബംഗ്ലാദേശ്, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, റൊമാനിയ, പോളണ്ട്, ലാറ്റ്വിയ, ടർക്കി, മലേഷ്യ, അസർബൈജാൻ, അങ്ങനെ ബെലാറസ്, ബോസ്നിയ, വിയറ്റ്നാം, സെൻട്രൽ അമേരിക്ക, ചൈന, അങ്ങനെ കുറെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് യൂണിവേഴ്സിറ്റി കോൺസെൻട്രേറ്റ് ചെയ്യായിരിക്കും നല്ലത് എന്ന്. കാരണം എന്താന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും കൂടി ആവുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അതെന്തായാലും നിങ്ങൾക്ക് സാറ് പറയും. ഓക്കെ, നെക്സ്റ്റ്. ആദ്യമായിട്ട് ഉസ്ബെക്കിസ്ഥാനാണ്. ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 1991 to 1917 to 1991 അല്ലെ, 1917 to 1991 USSRന്റെ ഭാഗമായിരുന്നു ഉസ്ബെക്കിസ്ഥാൻ അല്ലെ. 1991 ഈ ഗോർബച്ചേവ്, ഗ്ലാസ്നോസ്റ്റ് പെരിസ്ട്രോയിക്ക ഇങ്ങനെയുള്ള പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്ന് ഈ രാജ്യങ്ങള് വ്യത്യസ്തമായ രാജ്യങ്ങളായി, ഈ രാജ്യം USSR എന്ന് പറയുന്ന രാജ്യം 15 രാജ്യങ്ങളായിട്ട് മാറി, അഥവാ CIS കൺട്രീസ് ആയി മാറി. അതിൽ വരുന്ന ഒരു കൺട്രിയാണ് ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ടർക്ക്മെനിസ്ഥാൻ, അസർബൈജാൻ, അർമേനിയ, മോൾഡോവ, ജോർജിയ, അങ്ങനെ 15ഓളം രാജ്യങ്ങളുണ്ട്. ഇതിലൊന്നാണ് ഉസ്ബെക്കിസ്ഥാൻ. ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ ആവശ്യപ്പെടുന്ന ഒരു കൺട്രിയാണ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത്. ഉസ്ബെക്കിസ്ഥാന്റെ ക്യാപിറ്റൽ താഷ്കന്റ് ആണ്. ഇന്ത്യയുടെ തൊട്ടടുത്തുള്ള ഒരു രാജ്യമാണ്. ഇവിടെ മുസ്ലിംസ് ആണ് കൂടുതലെങ്കിലും സുന്നി മുസ്ലിംസ് ആണ്. സുന്നി മുസ്ലിംസിന്റെ പ്രത്യേകത എന്താ വെച്ചാല് അവർ വളരെ എന്താ പറയാ, നല്ല ആളുകളായി, അതായത് പൊതുവെ കുറച്ചും കൂടി ഒരു അക്കോമഡേറ്റ് ചെയ്യുന്ന, എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരാളുകളായിരിക്കും അവരുണ്ടാകുക. പിന്നീട് നിങ്ങൾക്കറിയാം ഈ പറയുന്ന 1917 to 1991 വരെ ഈ USSRന്റെ ഭാഗമായതുകൊണ്ട് മതങ്ങളൊക്കെ ഫ്രീസ് ചെയ്തൊരവസ്ഥയാണ്. അപ്പൊ ഒരു മതത്തിനും അവിടെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. നിങ്ങൾ പത്രത്തിൽ ഈ പറയുന്ന ഒരു CIS കൺട്രീസിലും ഒരു എക്സ്ട്രീമിസോ ടെററിസോ കേട്ടിട്ടുണ്ടാവും. കാരണം അതങ്ങനെ അവിടെ ഇല്ല. ഈ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത് നല്ല ഹോസ്പിറ്റാലിറ്റി ഉള്ള ഒരു രാജ്യം കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ത്യക്കാരോട് വളരെ സ്നേഹമാണ് അവർക്ക്. കിർഗിസ്, റഷ്യൻ ലാംഗ്വേജ് ഒക്കെയാണ് അവിടെ ഉള്ളത്. ഒരു വിന്റർ സമയത്ത് ഉദാഹരണമായിട്ട് ഡിസംബർ ടു ഫെബ്രുവരിയിൽ വിന്റർ ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ഒരുപാട് യൂണിവേഴ്സിറ്റി ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫസ്റ്റ് ഇയറിൽ ഫീസ്, അവിടെ ഡെവലപ്മെന്റ് ഫീസും അങ്ങനെയുള്ള ഫീസുകളൊക്കെ ഉണ്ടാവും ഫസ്റ്റ് സെമിസ്റ്ററിൽ. ഇത് ഓരോ സെമിസ്റ്ററിലുള്ള ഫീസാണ്. ബുഹാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, താഷ്കന്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ അക്കാദമി എന്നാണ് അധികം ഇവിടെ ഉണ്ടാവുക. ആകെ സമർക്കണ്ട് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമാണ്, സമർക്കണ്ട് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ആയിട്ട് മാറിയിട്ടുള്ളത്. അതിന് കൊടുത്തിട്ടില്ല. എന്തായിരുന്നാലും നിങ്ങൾ കഴിയുകയാണെങ്കിൽ 3 യൂണിവേഴ്സിറ്റി കോൺസെൻട്രേറ്റ് ചെയ്യായിരിക്കും നല്ലത്. ഒന്ന് ബുഹാറ സ്റ്റേറ്റ് മെഡിക്കൽ
ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ താഷ്കന്റ് മെഡിക്കൽ അക്കാദമി, സമർക്കണ്ട് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാം കൂടെ കോൺസെൻട്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. നിങ്ങളുടെ ഈ കുട്ടികൾ നമ്മുടെ കുട്ടികൾ ഒരു സ്ഥലത്ത് തന്നെ ആവുന്നത് നല്ലതായിരിക്കും. അപ്പൊ എന്തായിരുന്നാലും ബുഹാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ പിന്നീട് താഷ്കന്റ് പീഡിയാട്രിക് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെയും ചെയ്യുന്നുണ്ട്. താഷ്കന്റ് മെഡിക്കൽ അക്കാദമി, അവിടെ ഒരു എൻട്രൻസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് എൻട്രൻസ് അല്ല, ഇന്റർവ്യൂ ഉണ്ട് താഷ്കന്റ് മെഡിക്കൽ അക്കാദമിയിൽ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതിൽ ഇന്റർവ്യൂവിൽ പാസ്സായാലാണ് അഡ്മിഷൻ കിട്ടുള്ളൂ. അത് കുറച്ച് എന്താ പറയല്, ഓർഡറിലൊന്നുമല്ല, സിസ്റ്റമാറ്റിക് ഒന്നും അല്ല അവർ ഇന്റർവ്യൂ നടത്തുന്നത് എന്നുകൂടെ പറയുന്നു. താഷ്കന്റ് ഡെന്റൽ ആൻഡ് മെഡിക്കൽ അക്കാദമി വേറൊന്നാണ്. ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് യൂണിവേഴ്സിറ്റി, ഫർഗാന മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ആന്റിജൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ഇങ്ങനെ കുറെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. എന്തായിരുന്നാലും നമുക്ക് ഇവിടെ ബുഹാറ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഓരോ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയാം. ബുഹാറ എന്ന് പറയുന്നത് താഷ്കന്റിലെ ബുഹാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ബുഹാറ ഒരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ്. ബുഹാറ എന്ന് പറയുന്ന ഒരു പ്രൊവിൻസാണ്. ഇവിടുത്തെ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ് ബുഹാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. BSMI എന്ന് ഷോർട്ടിൽ പറയും. BSMI എന്നാണ് ഷോർട്ടായിട്ട് പറയാം. ഇവിടുത്തെ പ്രത്യേകത, യൂണിവേഴ്സിറ്റിനോട് അനുബന്ധിച്ച് തന്നെ ഹോസ്റ്റലുണ്ട്. 4 കുട്ടികളാണ് ഒരു ഹോസ്റ്റലില് ബാത്റൂമും ടോയ്ലറ്റും അറ്റാച്ച്ഡ് ആണ്. ഹോസ്പിറ്റൽ ഉണ്ട്, വലിയ ഹോസ്പിറ്റൽ, യൂണിവേഴ്സിറ്റിയോട് അനുബന്ധിച്ച് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് ഹോസ്പിറ്റൽ. പിന്നീട് സെൽഫ് കുക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. കേരള മെസ്സ് 3 നേരമാണെങ്കിൽ ഫുഡ് കിട്ടും. $150 ആണ് ഫീസ്. ബുഹാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഒരു യൂണിവേഴ്സിറ്റിയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. അങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് താഷ്കന്റിൽ ഇറങ്ങിയതിന് ശേഷം ട്രെയിനിൽ ഒരു 5 മണിക്കൂർ അല്ലെ 6 മണിക്കൂർ യാത്രയാണുള്ളത്. ഫ്ലൈറ്റ് ഉണ്ട് ബുഹാറയിലേക്ക്, പക്ഷെ അതിലേറെ സൗകര്യം ട്രെയിനാണ്. ട്രെയിനിൽ ആണെങ്കിൽ 500 രൂപ മുതൽ 1000 രൂപ വരെ വ്യത്യസ്തമായ ടിക്കറ്റുകൾ അവൈലബിൾ ആണ്. ഇങ്ങനെ താഷ്കന്റ് മെഡിക്കൽ പീഡിയാട്രിക്, താഷ്കന്റ് മെഡിക്കൽ അക്കാദമി, ഇത് രണ്ടും ഉസ്ബെക്കിസ്ഥാൻ ക്യാപിറ്റൽ തന്നെയാണ്. ഓക്കെ, ഇതില് താഷ്കന്റ് പീഡിയാട്രിക്കിൽ വേറെ എക്സാമും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അവിടെ കഴിഞ്ഞ വർഷമാണ് ശരിക്കും പറയുകയാണെങ്കിൽ മെഡിസിൻ കറക്റ്റായിട്ട് ഇന്റർനാഷണൽ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ട്. താഷ്കന്റ് മെഡിക്കൽ അക്കാദമി നല്ല പ്രശസ്തമായിട്ടുള്ള സ്ഥാപനമാണ്. ഇവിടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് അവിടെ അഡ്മിഷൻ എടുക്കുന്ന ആളുകൾ ഒരു ബാക്കപ്പ് ആയിട്ട് ബുഹാറയും കൂടി എടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ സമർക്കണ്ട് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടുത്തെ ഏറ്റവും റിപ്യൂട്ടഡ് ആയിട്ടുള്ള വേറൊന്നാണ് സമർക്കണ്ടും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. സമർക്കണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങൾക്കറിയാം ബാബറൊക്കെ അവിടെയായിരുന്നു. ചെങ്കിസ് ഖാൻ, ബാബർ, ഇമാം ബുഖാരി, ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകളുടെ ജന്മസ്ഥലമാണ് സമർക്കണ്ട്. ഇവിടെയൊക്കെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്, മനസ്സിലായല്ലോ. വളരെ നല്ല ഒരു പ്ലേസ് ആണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. ഓക്കെ, വേറൊന്ന് ഫർഗാന മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. ഫർഗാന മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഫർഗാന എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു കുറച്ച് ദൂരെയാണ്, ഒരു 300 കിലോമീറ്റർ ഒക്കെ താഷ്കന്റിൽ നിന്ന് പോകേണ്ടി വരും. ഓക്കെ, പിന്നീട് എന്തൊക്കെയാണ് ഉസ്ബെക്കിസ്ഥാനിലുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഇന്ത്യയിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഫോളോ ചെയ്യുന്നു, ഇന്ത്യ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബജറ്റ് ഫ്രണ്ട്ലിയാണ്. ഇന്ത്യൻ കറൻസി അവിടുത്തെ ഉസ്ബെക്ക് സോമായിട്ട് ഉള്ള എക്സ്ചേഞ്ച് റേറ്റ് ആണ് 147 ആണ്. ഒരു ഇന്ത്യൻ റുപ്പീസ് കൊടുത്താൽ 147 സോമ കിട്ടും. $100 മാറിയ 13 ലക്ഷം രൂപയൊക്കെ നമുക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ഫീസിൽ ചെറിയ ചെലവിൽ അവിടെ പഠിക്കാൻ പറ്റും. പിന്നീട് അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് വേറെ ലൈസൻസ് ആയിട്ട് എക്സാം ഒന്നും ആവശ്യമില്ല. അവർക്ക് അവിടെ തന്നെ ലൈസൻസ് കിട്ടും. കോഴ്സിന്റെ ഡ്യൂറേഷൻ 6 വർഷമാണ്, ഇൻക്ലൂഡിങ് 1 ഇയർ ഇന്റേൺഷിപ്പ്. അത് അവിടുത്തെ ഒരു പ്രത്യേകതയാണ്. പിന്നീട് ഹോസ്പിറ്റൽസ് അറ്റാച്ച്ഡ് ആണ് യൂണിവേഴ്സിറ്റികളുമായിട്ട്. ബുഹാറ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അതിനോട് അനുബന്ധിച്ച ഹോസ്പിറ്റൽ ഉണ്ട്. പിന്നെ കൂടാതെ 20ഓളം ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് അതിൽ അഫിലിയേറ്റഡ് ആണ്. പിന്നീട് എല്ലാ തരത്തിലുള്ള അപ്രൂവലും നമുക്ക് കാണാൻ പറ്റും ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളിലൊക്കെ. WHO, ECFMG, WFME ഒക്കെ അപ്രൂവൽ. പിന്നീട് 360 ക്രെഡിറ്റ് അവേഴ്സ് ആണ് അവിടെ പഠിപ്പിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇവിടെ 5 വർഷം കോഴ്സ്, 1 ഇയർ ഇന്റേൺഷിപ്പ് ആണെങ്കിൽ ഇന്ത്യയിലൊക്കെ 300 ക്രെഡിറ്റ് അവേഴ്സ് ഉള്ളെങ്കിൽ അവിടെ 360 ക്രെഡിറ്റ് അവേഴ്സ്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആണ്. ഗവൺമെന്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നതെല്ലാം ഗവൺമെന്റ് ആണ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് വളരെ ഇന്ത്യയുമായിട്ട് ഏറ്റവും നല്ല റിലേഷനാണ്. പിന്നീട് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള നല്ല സിലബസ് ആണ് അവർ ഫോളോ ചെയ്യുന്നത്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിലാണ്. ട്യൂഷൻ ഫീസ്, ലിവിങ് എക്സ്പെൻസും വളരെ കുറവാണ് മറ്റുള്ള കൺട്രീസായിട്ട്. വിസ 100% ആണ്. ഓക്കെ, പ്രാക്ടിക്കൽ ട്രെയിനിങ് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇന്ത്യയുടെ അടുത്തുള്ള രാജ്യമാണ്.
പിന്നീട് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. ഈ ഫ്ലൈറ്റ്സുകൾ നമുക്ക് നേരിട്ട് തന്നെ ഡൽഹിയിലേക്ക് ഫ്ലൈറ്റ് കിട്ടും. ഹോസ്റ്റൽ യൂണിവേഴ്സിറ്റിയോടനുബന്ധിച്ച് ഹോസ്റ്റൽസ് ബുഹാറയിലുണ്ട്. ഓരോ യൂണിവേഴ്സിറ്റിയും വ്യത്യാസമുണ്ട്. മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് നല്ല നല്ല വെൽ എക്യുപ്ഡ് ആണ്. പിന്നെ പല രാജ്യത്തു നിന്നുള്ള ടീച്ചേഴ്സൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഉസ്ബെക്ക് പീപ്പിൾ നല്ലൊരു ഹോസ്പിറ്റാലിറ്റിയാണ്. ഇന്ത്യൻ മെസ്സ്. അടുത്തത് ബൾഗേറിയ ആണ്. ബൾഗേറിയ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഒരു ഷെങ്കൻ കൺട്രിയാണ്. നമ്മുടെ കുട്ടികൾ നല്ലൊരു വിഭാഗം ആഗ്രഹിക്കുന്നുണ്ട് ഷെങ്കൻ കൺട്രീസിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ ഈ ഷെങ്കൻ കൺട്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 1949, എൻ്റെ ഓർമ്മ ശരിയാണ്, 1949 യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി. ഈ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് യൂറോപ്യൻ കോണ്ടിനെന്റിൽ വരുന്ന കൺട്രീസിന്റെ ഒരു ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. ലോകത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ റീജിയണൽ ഓർഗനൈസേഷനാണ് EU. EUക്ക് സ്വന്തമായിട്ട് കറൻസി, ഫ്ലാഗ്, അതുപോലെ തന്നെ ഈ അവർക്ക് പാർലമെന്റ് എല്ലാം ഉണ്ട് അല്ലെ. അതുകൊണ്ട് EU ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളതാണ്. EUവില് ഒരൊറ്റ വിസയാണ് ഷെങ്കൻ വിസ. ഷെങ്കൻ വിസ എടുത്തു കഴിഞ്ഞാൽ ഏത് രാജ്യത്ത് പോകാനും ജോലി ചെയ്യാനും ഒക്കെ അവസരമുണ്ട്. ഒരു രാജ്യത്ത് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ EU കൺട്രീസും അഥവാ ഷെങ്കൻ കൺട്രീസും അത് അപ്രൂവ്ഡ് ആണ് എന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് ബൾഗേറിയന്റെ ഇമ്പോർട്ടൻസ്. ബൾഗേറിയ എന്ന് പറയുന്നത് ഒരു ഷെങ്കൻ കൺട്രിയാണ്. ഇവിടെ പഠിക്കുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഏത് ഷെങ്കൻ കൺട്രീസിലും ഒരു ലൈസൻസിയേറ്റ് എക്സാം ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യാം. ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് ഷെങ്കൻ കൺട്രീസ് ഒക്കെ. ഹൈ ക്വാളിറ്റി, നിങ്ങൾക്കറിയാം അലോപ്പതി എന്ന് പറയുന്ന മെഡിസിൻ തന്നെ ഷെങ്കൻ കൺട്രിയായ ജർമ്മനിയിലൊക്കെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ്. എല്ലാ എക്യുപ്മെന്റ്സും വളരെ അധികം ഈ അഡ്വാൻസ്ഡ് ആണ്. അതുപോലെ ഡെവലപ്ഡ് കൺട്രീസ് ആണ്. പിന്നീട് മറ്റൊരു പ്രത്യേകത, ജർമ്മനിയിലൊക്കെ പോയി പ്രാക്ടീസ് ചെയ്യാനും PG ചെയ്യാനും പറ്റും. ഒരു ലൈസൻസ് എക്സാം ആവശ്യമില്ല. 360 ക്രെഡിറ്റ് അവേഴ്സ് ആണ് അവിടെ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി മെഡിക്കൽ യൂണിവേഴ്സിറ്റി പ്ലവനാണ്. മെഡിക്കൽ യൂണിവേഴ്സിറ്റി പ്ലവൻ ഇതൊരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ്. പഴയ യൂണിവേഴ്സിറ്റിയാണ്. ഈ സോഫിയ എന്ന് പറയുന്ന ഇവിടുത്തെ ക്യാപിറ്റലിൽ നിന്നും ഈ 2 മണിക്കൂർ ബസ്സിൽ പോയാലും ഇവിടെ. അപ്പം ഒരു സിറ്റിയുടെ ഒരു ശല്യവും ഇല്ലാതെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട്, എന്നാൽ ആവശ്യത്തിനുള്ള സിറ്റി ഉണ്ട് താനും, ഇങ്ങനെയുള്ള ഒരു സ്ഥലമാണ് പ്ലവൻ. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള, പഠിക്കാൻ ആവശ്യമായ അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ലോ ട്യൂഷൻ ഫീസ് ആണ്. വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ ആണ്. UK GMC അപ്രൂവ്ഡ് ആയതുകൊണ്ട് UK അവർക്ക് ഈ പ്ലാബ് ഇല്ലാതെ പോകാൻ പറ്റും. 360 ക്രെഡിറ്റ് അവേഴ്സ് ആണ്. 5 വർഷം കോഴ്സും 1 വർഷം ഇന്റേൺഷിപ്പും ആണ്. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അവർ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യും. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ചില പ്രത്യേകത. ഓക്കെ, പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞു GMC എന്ന് പറഞ്ഞാൽ UKയുടെ അതോറിറ്റിയാണ്. GMC അപ്രൂവ്ഡ് ആണ്. അതുപോലെ തന്നെ PG നമുക്ക് UKയിൽ ചെയ്യാൻ പറ്റും. സാധാരണ UKയിൽ PG ചെയ്യണമെങ്കിൽ പ്ലാബ് എഴുതണം. ഇവിടെ ഇപ്പോഴുള്ള നിയമപ്രകാരം പ്ലാബ് എഴുതണ്ട. 2, ഈ അവിടെ F1 F2 എന്ന് പറയുന്ന ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യണം. എന്നാൽ ഇവിടെ 1 ഇയർ പഠിച്ചത് കൊണ്ട് 1 ഇയർ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് കൊണ്ട് അതുപോലെ GMC അപ്രൂവൽ ആയതുകൊണ്ട് F1ന്റെ ആവശ്യമില്ല, F2ന്റെ ആവശ്യം. അപ്പൊ F2 മാത്രം ചെയ്തിട്ട് അവർക്ക് ഡയറക്റ്റ് ആയിട്ട് PG ചെയ്യാൻ പറ്റും. പിന്നീട് മറ്റുള്ള കൺട്രീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലോ പാക്കേജ് ആണ്, സേഫസ്റ്റ് കൺട്രിയാണ്. പിന്നീട് അഫോർഡബിൾ ലിവിങ് എക്സ്പെൻസ് ആണ്. 29 കൺട്രീസിൽ അവർക്ക് പോകാൻ പറ്റും. ഒരു ക്ലാസ്സിൽ 13 കുട്ടികളാണ് ഉണ്ടാവുക. ഓക്കെ, പിന്നീട് ക്ലിനിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ്. 2nd ഇയർ കഴിഞ്ഞാൽ 3rd ഇയർ മുതൽ അവർ പഠിക്കുന്നത് തന്നെ ഹോസ്പിറ്റലിലാണ്. ഓക്കെ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്ലവൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ബൾഗേറിയ. ഇവിടെ ഈ ഒരേ ഒരു യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രൊവിൻസിൽ. പ്ലവൻ എന്ന് പറയുന്ന അവിടുത്തെ ഒരു പ്രൊവിൻസാണ്. ഇവിടെ ഒരേ ഒരു യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ. NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നുണ്ട്. 5+1 ആണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ. 360 ക്രെഡിറ്റ് അവേഴ്സ് ആണ്. ഹ്യൂജ് ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ അവർക്ക് ലൈസൻസിയേറ്റ് എക്സാം ഒന്നും ആവശ്യമില്ല. അവർക്ക് ലൈസൻസ് കിട്ടും പഠിച്ചു കഴിഞ്ഞാൽ. പല രാജ്യത്തും ലൈസൻസിയേറ്റ് എക്സാം ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ ജർമ്മനിയിലൊക്കെ പോയിട്ട് PG ചെയ്യാൻ പറ്റും. ഫീസ് വരുന്നത് 4250 യൂറോ ആണ്. 4250 യൂറോ മാത്രമാണ് ഫീസ് വരുന്നത്. പിന്നീട് അപ്പോൾ വെൽക്കം ടു
ബൾഗേറിയ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാം. മറ്റൊരു കൺട്രിയാണ് മോൾഡോവ. ഈ ഇവിടെ സാധാരണ എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ വരെ കുട്ടികളെ റെഫർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് മോൾഡോവ. നിങ്ങൾക്ക് ഇവിടെ കിട്ടിയില്ലെങ്കിൽ മോൾഡോവയിൽ പോയിക്കോളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ മോൾഡോവയിൽ ഒരേ ഒരു യൂണിവേഴ്സിറ്റി മാത്രം. ഓക്കെ, റൊമാനിയയോട് ചേർന്ന് കിടക്കുന്ന, റൊമാനിയ സംസാരിക്കുന്ന ഒരു രാജ്യമാണ് മോൾഡോവ. ഇതിന്റെ ക്യാപിറ്റൽ ചിസ്നാവോ ആണ്. കറൻസി മോൾഡോവൻ ലേ ആണ്. ലാംഗ്വേജ് റൊമാനിയൻ, ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണ്. നിയറസ്റ്റ് എയർപോർട്ട് ചിസ്നാവ് ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ഈ എയർപോർട്ടിൽ നിന്ന് നമ്മൾ പറയാൻ പോകുന്ന യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ദൂരം 12 കിലോമീറ്റർ. ഈ രാജ്യത്തെ ഒരേ ഒരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണിത്. നിക്കോളായി ടെസ്റ്റിമിറ്റാനോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് മെഡിസിൻ ആൻഡ് ഫാർമസി. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എന്നർത്ഥം. ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഹ്യൂജ് ഇൻഫ്രാസ്ട്രക്ചറും ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ പഠിച്ച കുട്ടികളൊക്കെ 99% കുട്ടികളും ഫസ്റ്റ് ചാൻസിൽ തന്നെ FMG പാസ്സാവുന്നു. ഇവിടെ പഠിക്കുന്ന കുട്ടികളെല്ലാം വളരെ ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും നല്ല ഒരു എഡ്യൂക്കേഷനാണ് ഇവിടുന്ന് കിട്ടും. ഓക്കെ, ഈ ഈസ്റ്റേൺ യൂറോപ്പിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി, ഈസ്റ്റേൺ യൂറോപ്പ് എന്ന് പറയുന്നത് പോളണ്ട്, അതുപോലെ ലിത്വാനിയ, ലാറ്റ്വിയ, അർമേനിയ, അസർബൈജാൻ, ജോർജിയ, മോൾഡോവ. ഈ രാജ്യങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും വലുതും ഉക്രൈൻ ഒക്കെ അതിൽപ്പെട്ടതാണ്. ഏറ്റവും വലുതും ഏറ്റവും മികച്ചതുമായ യൂണിവേഴ്സിറ്റിയാണ് മോൾഡോവയിലെ യൂണിവേഴ്സിറ്റി. റിപ്പബ്ലിക് ഓഫ് മോൾഡോവ എന്നാണ് അതിന്റെ പേര്. ഇവിടുത്തെ എയർപോർട്ടാണ്. എയർപോർട്ടിൽ നിന്ന് 12 കിലോമീറ്റർ മാത്രമാണ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ദൂരം. ഇവിടുത്തെ അപ്രൂവൽ നോക്കുമ്പോൾ NMC, WHO, WFME, ECFMG, യൂറോപ്യൻ യൂണിയൻ എല്ലാ അപ്രൂവലും നമുക്ക്. ഇവർക്ക് ഇല്ലാത്ത അപ്രൂവലൊന്നുമില്ല. കാരണം അത്രയും ടോപ്പ് ക്വാളിറ്റി യൂണിവേഴ്സിറ്റിയാണ്. മോൾഡോവ എന്ന് പറയുന്നത് ഒരു കുട്ടി അവിടെ ചേർന്ന് കഴിഞ്ഞാൽ ആ കുട്ടി രക്ഷപ്പെട്ടു. 100% ആ കുട്ടിക്ക് ഈ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ FMG പാസ്സോ. ഒരു കുട്ടി അവിടെ കഴിഞ്ഞു, ആ കുട്ടി ഉടനെ തന്നെ ഈ ഇവിടെ എക്സാം ഒന്നും എഴുതാറുണ്ട്. അമേരിക്കയിലെ ഒരു ഷിപ്പിൽ ഉടനെ തന്നെ അവർക്ക് ജോലി കിട്ടുക. ഞാൻ പറഞ്ഞു വരുന്നത് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷനാണ്. 2030 കൂടിയിട്ട് മോൾഡോവ ഈ ഇവിടുത്തെ ഈ എന്താ പറയാ ഷെങ്കൻ കൺട്രിയിൽ മെമ്പറാവും. 2030 ഇപ്പൊ ചേരുന്ന കുട്ടികൾ ആ ബെനിഫിറ്റ് അവർക്ക് കിട്ടുമെന്നർത്ഥം. എന്നാൽ അതേസമയം അവർക്ക് ചെലവ് വളരെ കുറവുമാണ്. ഇത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ 2018 മുമ്പുണ്ടായപ്പോൾ ഉണ്ടായ ഒരു സ്ക്രീൻഷോട്ട് ആണെന്ന് തോന്നുന്നു. ഇതിൽ ഒരൊറ്റ യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ, നിക്കോളായി ടെസ്റ്റിമിറ്റാനോ യൂണിവേഴ്സിറ്റി. ഓക്കെ, ഇനി WHO സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 2 കാണാൻ പറ്റും. WHO, പക്ഷെ WHO ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി ഉള്ളൂ ഫങ്ഷനിങ് ആയിട്ടുള്ളത്. ഓക്കെ, മാറ്റിക്കോളൂ. WHO നിക്കോളായി ടെസ്റ്റിമിറ്റാനോ യൂണിവേഴ്സിറ്റി മാത്രമാണുള്ളത്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാവുന്നത് ഈ രാജ്യത്ത് ഒരേ ഒരു യൂണിവേഴ്സിറ്റി, ഇവിടെ ഉള്ള ഡോക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. പിന്നെ ഈ അസോസിയേഷൻ ഓഫ് മെഡിക്കൽ സ്കൂൾ ഇൻ യൂറോപ്പ് അപ്രൂവ്ഡ് ആണ് ഈ യൂണിവേഴ്സിറ്റി. അതുപോലെ അസോസിയേഷൻ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇൻ യൂറോപ്പ് അപ്രൂവ്ഡ് ആണ്. ഇതൊക്കെ ഇവർ അഡ്മിഷൻ ലെറ്ററിലുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് കുട്ടികൾക്ക് അഡ്മിഷൻ ലെറ്റർ കിട്ടുമ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും WFME എന്ന് പറയുന്ന അപ്രൂവൽ ഉണ്ട്, വേൾഡ് ഫെഡറേഷൻ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. പിന്നീട് ഒരു ക്ലാസ്സിൽ 13 കുട്ടികളാണ് ഉണ്ടാവുക. ട്യൂട്ടോറിയൽ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് 3 രീതിയിൽ ക്ലാസ് കിട്ടുന്നു. ട്യൂട്ടോറിയൽ ക്ലാസ് കിട്ടുന്നു, അതുപോലെ തന്നെ അവർക്ക് ഈ ക്ലാസ്സിൽ തന്നെ ഈ ലെക്ചർ ക്ലാസ് കിട്ടുന്നു. ഈ ഉദാഹരണമായിട്ട് വലിയ ക്ലാസ് റൂം ആയിരിക്കും, വലിയ ലെക്ചർ ഹാൾ. അതുപോലെ തന്നെ പ്രാക്ടിക്കലും കിട്ടും. ഇവിടെ ഇന്റേൺഷിപ്പ് പഠിക്കുന്ന സമയത്ത് 2 മാസം വെക്കേഷൻ ആയിരിക്കും. ഓരോ വർഷവും 2 മാസം വെക്കേഷൻ ആയിരിക്കും. ഈ 2 മാസത്തിൽ 1 മാസം അവർ ഒബ്സർഷിപ്പ് ചെയ്യണം. നാട്ടിൽ വരികയാണെങ്കിൽ, അവിടെ നിൽക്കുകയാണെങ്കിൽ അവിടെ തന്നെയുള്ള ഹോസ്പിറ്റലിൽ അവർക്ക് ഒബ്സർഷിപ്പ് ചെയ്യാനുള്ള അവസരം. അപ്പൊ അതും ഒരു പ്ലസ് പോയിന്റ് ആണ്. എല്ലാ വർഷവും 1 മാസം അവർ ഒബ്സർഷിപ്പ് ചെയ്യണം. 3 വർഷം കഴിഞ്ഞാൽ 4ാമത്തെ വർഷം മുതൽ പഠിക്കുന്നത് തന്നെ ഹോസ്പിറ്റലിലാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് നല്ല ഒരു എക്സ്പോഷർ കിട്ടുന്നു ക്ലിനിക്കലായിട്ട്. പിന്നീട് മറ്റൊരു കാര്യം, ആദ്യത്തെ 3 വർഷം അവർ പഠിപ്പിക്കുന്നത് നോൺ ക്ലിനിക്കൽ സബ്ജക്ട്സ്, അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി, പാത്തോളജി, ബയോഫിസിക്സ്, ഇങ്ങനെയൊക്കെയുള്ള നോൺ ക്ലിനിക്കൽ സബ്ജക്ട്സ് ആണ്. അതുകൊണ്ട് USMLE സ്റ്റെപ്പ് 1 എഴുതുമ്പോൾ അവർക്ക് വളരെയധികം സൗകര്യമാണ്. ഇവിടെ ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. ആകെ MBBS അതിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ, അതുപോലെ തന്നെ BDS ഡെന്റൽ അതിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ, ഫാർമസി അതിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ, അതിന്റെ റിസർച്ച്, ഇങ്ങനെയുള്ളത് മാത്രമാണ്. അതുകൊണ്ട് മെഡിക്കലായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്.
ഇതിന് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ 1945 എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഓൾഡ് ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. ലാർജസ്റ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് ഈസ്റ്റേൺ യൂറോപ്പിൽ. അതുപോലെ തന്നെ USMLE പ്ലാബ് കമ്പാഷബിൾ സിലബസ് ആണ്. യൂറോപ്യൻ യൂണിയൻ അസോസിയേറ്റഡ് മെമ്പർ ആണ് ഇപ്പോൾ. ഉടനെ തന്നെ 2030 കൂടിയിട്ട് അതൊരു മെമ്പർ ആവാൻ പോവാണ്. പിന്നീട് എല്ലാ തരത്തിലുള്ള അപ്രൂവൽ ഉണ്ട്. ഈ US, UK, കാനഡ, ഓസ്ട്രേലിയ ഇവിടേക്കൊക്കെ ഉള്ള ഒരു ഗേറ്റ് വേ ആണ്. ഇവിടെ പഠിച്ച ഒരുപാട് കുട്ടികൾ US-ലും മറ്റു രാജ്യങ്ങളിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നു. ഓക്കെ, പിന്നീട് റൊമാനിയൻ, ഫ്രഞ്ച്. ഒരു മിനിറ്റ് ജീവേ. ഓക്കെ, സോറി. ഈ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് റൊമാനിയൻ ലാംഗ്വേജ് പഠിക്കാം. അവിടുത്തെ ലാംഗ്വേജ് റൊമാനിയനാണ്. അതുകൊണ്ട് തന്നെ റൊമാനിയയിൽ പോയിട്ട് വേണമെങ്കിൽ PG ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രഞ്ച്, റഷ്യൻ, ജർമ്മൻ ഒക്കെ അവിടെ യൂണിവേഴ്സിറ്റി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് വെക്കേഷൻ ടൈമിലൊക്കെ വേണമെങ്കിൽ പഠിക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഈ 33ഓളം രാജ്യങ്ങളിലുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈ 10,000 ബെഡ് കപ്പാസിറ്റി മാറ്റിക്കോളും. പിന്നീട് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് ഇവിടെ ഉള്ളത്. പ്രാക്ടിക്കലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, സെപ്പറേറ്റ് ഹോസ്റ്റൽ ഉണ്ട്, ബോയ്സും ഗേൾസും ക്യാമ്പസിൽ തന്നെ. ഓക്കെ, കണ്ടിന്യൂസ് എക്സാം ആണ്. ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും എക്സാം നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നീട് കേരള മെസ് അവിടെ ഉണ്ട്. ഈ കേരള റെസ്റ്റോറൻറ്റ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ തന്നെ ഉണ്ട്. സിമു എന്ന് പറയുന്ന ഒരു ട്രാക്കിംഗ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, 33 കൺട്രീസിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു 10,000 ബെഡ് കപ്പാസിറ്റിയാണ് ഇവിടുത്തെ ഹോസ്പിറ്റൽസ്. ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട് ഇവിടെ. അതൊക്കെ ഈ വേറെ ഒരു സ്ഥലത്തും കിട്ടാത്തൊരു കാര്യം. അവരുടെ എംബസി ഡൽഹിയിലുണ്ട്. ഇത് അഡ്മിഷൻ ലെറ്റർ ആണ്. ഈ അഡ്മിഷൻ ലെറ്ററിൽ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ അപ്രൂവൽസ്, NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും പറയുന്നു. ഓക്കെ, ഫീസിലേക്ക് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഫീസ് 5,600 euro ആണ്. സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് വരുമ്പോൾ 3,000 സെമസ്റ്റർ വൈസ് അടച്ചാണ്. ഫസ്റ്റ് ഇയറിൽ 400 euro കുറവാണ്. ഈ സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് ഇയർലി ഫീസ് 6,000 ആണെങ്കിൽ അത് സെമസ്റ്റർ വൈസ് അടക്കാം. പിന്നീട് ഒരു വർഷത്തെ ഹോസ്റ്റൽ ഫീ എന്ന് പറയുന്നത് അറൌണ്ട് 850 euro ആണ് 3 കുട്ടികൾക്കുള്ളത്. പിന്നെ 2 കുട്ടികളാണ് സിംഗിൾ ഒക്കെ ആണെങ്കിൽ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. നല്ല അക്കോമഡേഷൻ ആണ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ബോയ്സും ഗേൾസും സെപ്പറേറ്റ് ബിൽഡിംഗ് ആണ്, സെക്യൂരിറ്റി ഉണ്ടാവും. നല്ല ഒരു അന്തരീക്ഷമാണ് ഹോസ്റ്റലൊക്കെ. 2 ഇൻടേക്ക് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഉസ്ബെക്കിസ്ഥാനിൽ 2 ഇൻടേക്ക് ഉണ്ട്. ബൾഗേറിയയിൽ 1 ഇൻടേക്ക് ഉള്ളൂ. അത് ഈ ക്ലാസ് തുടങ്ങുന്നത് ജനുവരിയിലാണ്. കാരണം 6 മാസമെങ്കിലും നമുക്ക് പ്രോസസ്സ് എടുക്കും. ഷെങ്കൻ കൺട്രി ആണല്ലോ. അതുപോലെ മോൾഡോവയിൽ ഒക്ടോബറിലും സെപ്റ്റംബർ ഇൻടേക്ക് ആണ്. ആക്ച്വലി സെപ്റ്റംബർ, ഫെബ്രുവരി 2 ഇൻടേക്ക് ഉണ്ട്. അതുകൊണ്ട് ത്രൂ ഔട്ട് ദി ഇയറും നമുക്ക് അഡ്മിഷൻ. വെക്കേഷൻ ജൂലൈ, ഓഗസ്റ്റിലാണ്. ഇനി മറ്റൊരു കൺട്രി ഈ ജോർജിയയാണ്. ജോർജിയ ആൾറെഡി ഈ നിങ്ങൾക്കറിയാം വളരെ നല്ലൊരു കൺട്രിയാണ്. നല്ല ഈ ഹോസ്പിറ്റാലിറ്റി ഉള്ള കൺട്രിയാണ് ജോർജിയ. ജോർജിയയുടെ നമുക്ക് അടുത്ത ആഴ്ച ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടേ വെക്കാം. അതെ, അതൊന്ന് അടിച്ചിട്ടോളൂ. ശരി, ജസ്റ്റ് ഒരു ഹിന്റ് സാറ് കൊടുത്തോളൂ, നോ പ്രോബ്ലം. ഓക്കെ. ജോർജിയയിൽ എന്താന്ന് വെച്ചാല് ഈ ജോർജിയനെ സംബന്ധിച്ചിടത്തോളം ജോർജിയ ഈ വളരെ നല്ലൊരു ഡെസ്റ്റിനേഷൻ ആണ് ജോർജിയ. ഈ നമുക്ക് മിഡിൽ ഈസ്റ്റിലുള്ള ആളുകൾക്ക് ഒക്കെ തന്നെ ഓൺ അറൈവൽ വിസയാണ് ജോർജിയ, അല്ലെ? അതിനെന്തായാലും അടുത്ത സെഷൻ ഉണ്ടാകുമ്പോൾ വളരെ വിശദമായിട്ട് പറയും. ജോർജിയ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്കും ഒരേപോലെ കുട്ടികൾ പോകുന്നുണ്ട്. കഡാവേഴ്സ് അവൈലബിൾ അല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ സിമുലേഷൻ സെന്റേഴ്സ് അവൈലബിൾ ആണ്. നല്ല ഹോസ്പിറ്റാലിറ്റിയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സേഫ്റ്റി പ്രശ്നങ്ങളും ഇല്ലാത്തൊരു കൺട്രിയാണ് ജോർജിയ. അത് അടിച്ചുവിട്ടോളൂ സാർ. ജോർജിയ നമുക്ക് അടുത്ത സെക്ഷനിൽ പറയാം. ഇനി മറ്റൊരു കൺട്രി ഈജിപ്താണ്. ഈജിപ്ത് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഈജിപ്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പ്രീ ഹിസ്റ്റോറിക് റിലേഷനാണ് ഇന്ത്യയായിട്ട്, അല്ലെ? നിങ്ങൾക്കറിയാം ഇൻഡസ് വാലി സിവിലൈസേഷൻ, അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ, മെസ്സപ്പൊട്ടോമിയൻ, ചൈനീസ്, ഇതൊക്കെ നമുക്ക് പ്രീ ഹിസ്റ്റോറിക് സിവിലൈസേഷൻ അന്ന് മുതലേ ഉള്ള ഒരു ബന്ധമാണ് ഇന്ത്യക്ക് ഈജിപ്തുമായിട്ട്. പിന്നീട് ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ നിങ്ങൾക്കറിയാം ഗമാൽ അബ്ദുൽ നാസർ നെഹ്റുവായിട്ടുള്ള ബന്ധം. അതിനുശേഷം ഈ കഴിഞ്ഞ ഈ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേക്ക് ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത്
ഈ ഇവിടുത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള അൽ അസീസിയെ. അത്രയധികം റിലേഷനാണ് നമുക്ക് ഈജിപ്തുമായിട്ടുള്ളത്. അപ്പൊ ഈജിപ്ത്, എന്തുകൊണ്ട് ഈജിപ്ത് എന്ന് ചോദിച്ചാല് ഈജിപ്തിലെ യൂണിവേഴ്സിറ്റികളൊക്കെ വേൾഡ് ഫേമസ് ആണ്. അറബി സംസാരിക്കുന്ന ഒരു രാജ്യമാണ് ഈജിപ്ത്. ഓക്കെ, മാറ്റിക്കും. ഈജിപ്തിന്റെ ഒരു പ്രത്യേകത അറബി സ്പീക്കിംഗ് കൺട്രിയാണ് എന്നുള്ളതാണ്. അറബി സ്പീക്കിംഗ് കൺട്രി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, അതൊരു മിഡിൽ ഈസ്റ്റിലെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ത്യയിലെ NMC ഗൈഡ്ലൈൻസ് ഫോളോ ചെയ്യുന്നുണ്ട്. 5 വർഷം കോഴ്സാണ്. അവിടെ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് 2 വർഷമാണ്. അത് മിഡിൽ ഈസ്റ്റിലൊക്കെ അങ്ങനെയാണ്. സൗദി അറേബ്യയിലും ദുബായിലും ഖത്തറിലും എല്ലാം 5 വർഷം കോഴ്സും 2 വർഷം ഇന്റേൺഷിപ്പുമാണ്. പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ലൈസൻസിയേറ്റ് എക്സാം എഴുതണം. ഈ എക്സാം എമിലി എന്നാണ് എക്സാമിന്റെ പേര്, ഈജിപ്ഷ്യൻ മെഡിക്കൽ ലൈസൻസി എക്സാം. ഇത് വളരെ സിമ്പിൾ ആണ്. ജോർജിയയിലും ലൈസൻസിയേറ്റ് എക്സാം എഴുതണം. ലൈസൻസിയേറ്റ് എക്സാം എവിടെ എഴുതണം, എവിടെ എഴുതണ്ട നിങ്ങൾക്ക് അറിയണം. ഉസ്ബെക്കിസ്ഥാനിൽ ലൈസൻസിയേറ്റ് എക്സാം ഇല്ല, ബൾഗേറിയയിൽ ലൈസൻസിയേറ്റ് എക്സാം ഇല്ല, ലൈസൻസ് കിട്ടും ഇവിടേക്ക്. എന്നാലും അതുപോലെ തന്നെ മോൾഡോവയിൽ ലൈസൻസിയേറ്റ് എക്സാമിൽ ലൈസൻസ് കിട്ടും. ഈജിപ്തിൽ ലൈസൻസിയേറ്റ് എക്സാം ഉണ്ട്. അത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നാലും ഉണ്ട് എന്നുള്ളത് നമ്മൾ പറയണം. ജോർജിയയിൽ ലൈസൻസിയേറ്റ് എക്സാം ഉണ്ട്. ഓക്കെ, ഇവിടുത്തെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് കെയ്റോ യൂണിവേഴ്സിറ്റി. വേൾഡ് ഫേമസ് ആണ്. ഇവിടെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് വളരെ വലിയ, അത്രയും വലിയ യൂണിവേഴ്സിറ്റി നമുക്ക് കാണാൻ കഴിയില്ല, അത്രയും വലിയ യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ, ഇവിടുത്തെ ഈ യൂണിവേഴ്സിറ്റി കെയ്റോ സിറ്റിയിൽ തന്നെയാണ്. യൂണിവേഴ്സിറ്റി കെയ്റോ സിറ്റിയിൽ തന്നെയാണ്. വലിയ ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൽ പേഷ്യൻസിനെ കൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റൂല, അത്രയധികം തിരക്കാണ്. ഓക്കെ, കെയ്റോ നമുക്ക് നല്ലൊരു ഡെസ്റ്റിനേഷൻ ആണ്. കെയ്റോയിലൊക്കെ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈജിപ്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി അല്ല അഡ്മിഷൻ ചെയ്യുന്നത്. അവിടെ സിംഗിൾ വിൻഡോ അലോട്ട്മെന്റ് ആണ് ഗവൺമെന്റിന്റെ. പക്ഷെ നമുക്ക് അവിടെ അഡ്മിഷൻ ചെയ്യാൻ കഴിയും. ധൈര്യമായിട്ട് അഡ്മിഷൻ എടുക്കാം. 75% മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ അവിടെ എല്ലാ സബ്ജക്റ്റും കാൽക്കുലേറ്റ് ചെയ്യും, 10th +2 ഒക്കെ. അപ്പോൾ ഈ നമുക്ക് അഡ്മിഷൻ മാർക്ക് ഉണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കാം. ഈ കെയ്റോ യൂണിവേഴ്സിറ്റി നല്ല ഡിമാൻഡാണ്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അഡ്മിഷന് വേണ്ടിയിട്ട് വരുന്നത്. സോറി. മറ്റൊരു യൂണിവേഴ്സിറ്റി എയിൻഷാംസ് യൂണിവേഴ്സിറ്റിയാണ്. എയിൻഷാംസും കെയ്റോയിൽ തന്നെയാണുള്ളത്. ഓരോ യൂണിവേഴ്സിറ്റിയും നമുക്ക് ഒരു പ്രൗഢ ഗംഭീരമായ യൂണിവേഴ്സിറ്റീസാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര നല്ലൊരു ഇംപ്രഷനാണ് ഉണ്ടാവുന്നത്. ഹോസ്പിറ്റലുകളൊക്കെ നിറഞ്ഞു കവിഞ്ഞ ഹോസ്പിറ്റലുകളാണ്. നല്ല ക്ലിനിക്കൽ എക്സ്പോഷറും നല്ലൊരു പഠനമാണ് ഈജിപ്തിൽ നമുക്ക് കുട്ടികൾക്ക് കിട്ടുന്നത്. ഓക്കെ, പിന്നീട് ഈജിപ്ഷ്യൻസ് നമ്മളോട് വല്ലാത്തൊരു ഇഷ്ടമാണ്. പൊതുവെ നല്ല സേഫസ്റ്റ് ആയിട്ടുള്ള കൺട്രിയാണ്. ഒരു പബ്ബുകളോ മറ്റുള്ള ഒരു സംഭവങ്ങളോ അവിടെ ഉണ്ടാവില്ല. കാരണം ഒരു ഇസ്ലാമിക ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. പക്ഷെ സേഫാണ്. നമ്മുടെ കുട്ടികൾ വളരെ സേഫാണ്. ജാതി മത ഭേദമന്യേ കുട്ടികൾക്ക് പോകാൻ പറ്റുന്ന സ്ഥലമാണ് ഈജിപ്ത്. മറ്റൊന്ന് അലക്സാണ്ട്രിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കെയ്റോ യൂണിവേഴ്സിറ്റിയും അതിൽ എയിൻഷാംസും കെയ്റോയിലാണെങ്കിൽ അലക്സാണ്ട്രിയ എന്ന് പറയുന്ന സ്ഥലത്താണ് അലക്സാണ്ട്രിയ യൂണിവേഴ്സിറ്റി. ഒരു 200 കിലോമീറ്റർ ഉണ്ടാവും മൻസൂറേക്ക് അലക്സാണ്ട്രിയയിലേക്കൊക്കെ. ഇത് ഈ ടോപ്പ് യൂണിവേഴ്സിറ്റിയാണ്. എല്ലാ യൂണിവേഴ്സിറ്റിയും $4000 ഫീസ് വരുന്നത്. $4000 ഫീസ് വരുന്നത് സെമസ്റ്റർ. 4000 $8000 ഒരു വർഷത്തിൽ ഫീസ് വരുന്നത്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന് $2000 നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ എക്സ്ട്രാ വരുന്നുണ്ട്. അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഫീസ് എക്സ്ട്രാ വരുന്നുണ്ട്. ഏകദേശം $200 അടുത്ത് അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. പിന്നീട് ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് വേറെ ഇവിടുത്തെ മിനിസ്ട്രിയൊക്കെ ആയിട്ട് നല്ല ബന്ധം ഉണ്ടാകുമ്പോഴാണ് അഡ്മിഷൻ കിട്ടുക. അതിനെക്കുറിച്ച് പിന്നീട് സാറ് പറയായിരിക്കും നമ്മളോട്. ഓക്കെ, ഈ മൻസൂറ യൂണിവേഴ്സിറ്റി മറ്റു റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റി. ഈ അലക്സാണ്ട്രിയ യൂണിവേഴ്സിറ്റിയിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇവിടെ മാഞ്ചസ്റ്റർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അലക്സാണ്ട്രിയ യൂണിവേഴ്സിറ്റിയിലുണ്ട്. UK മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഒരു കൊളാബറേഷനിൽ ഈ അലക്സാണ്ട്രിയ യൂണിവേഴ്സിറ്റിയിൽ കോഴ്സ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് MBBS അതൊരു വേറൊരു ബാച്ചാണ്. നോർമൽ ബാച്ച് അലക്സാണ്ട്രിയ യൂണിവേഴ്സിറ്റിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കും. മാഞ്ചസ്റ്റർ പ്രോഗ്രാം പഠിച്ച അലക്സാണ്ട്രിയ യൂണിവേഴ്സിറ്റിയുടെയും മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയുടെയും സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. മാത്രമല്ല മാഞ്ചസ്റ്ററിലേക്ക് വേണമെങ്കിൽ നല്ല കുട്ടികൾക്ക് മാഞ്ചസ്റ്ററിൽ പോയിട്ട് അവിടെ ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡബിൾ ബെനിഫിറ്റ് ഉള്ള ഒരു സംഭവമാണ് അലക്സാണ്ട്രിയ. അതുപോലെ മൻസൂറയുണ്ട്. പക്ഷെ മൻസൂറയിൽ ഈ അത്ര ക്വാളിറ്റി ഇല്ല. അതുകൊണ്ട്
നമ്മളെപ്പോഴും അലക്സാണ്ട്രിയാണ് അതിന് കുട്ടികളോട് പറയാറ്. മൻസൂറയും നല്ലൊരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ്, വളരെ വലിയ യൂണിവേഴ്സിറ്റിയാണ് മൻസൂറ യൂണിവേഴ്സിറ്റി ഒക്കെ. ഓക്കെ, അവിടെ ടോപ്പ് 5 യൂണിവേഴ്സിറ്റി ആണുള്ളത്. 1 കെയ്റോ യൂണിവേഴ്സിറ്റി, 2 എയിൻ ഷാംസ് യൂണിവേഴ്സിറ്റി, 3 അലക്സാണ്ട്രിയ, 4 മൻസൂറ, 5 അസ്യൂട്ട്. അസ്യൂട്ട് ഇതിൽ ചേർക്കാതിരിക്കാൻ കാരണം അസ്യൂട്ടിൽ ഇപ്പോഴും ഇംഗ്ലീഷ് മീഡിയം വന്നിട്ടില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അസ്യൂട്ട് അവിടുത്തെ ടോപ്പ് യൂണിവേഴ്സിറ്റിയാണ്. മറ്റൊരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ് ഹെൽവാൻ യൂണിവേഴ്സിറ്റി. ഇവിടെ $3,000 ആണ് ഒരു സെമസ്റ്ററിന് ഫീസ്. ഇത് കെയ്റോയുടെ അടുത്ത് തന്നെയാണ് ഹെൽവാൻ എന്ന് പറയുന്നത്, ഒരു 60 കിലോമീറ്റർ ഒക്കെ ഡിസ്റ്റൻസ്. ഓക്കെ, പിന്നീട് അതാണ് ഈജിപ്തിലെ പിരമിഡുകളുടെ നാട് അല്ലെ. ഇവിടേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇനി അടുത്ത കൺട്രിയിലേക്ക് പോവാം. റഷ്യ, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം അല്ലെ. പണ്ടും USSR ആയിരുന്നപ്പോഴും ലോകത്തിലെ വലിയ രാജ്യമായിരുന്നു റഷ്യ. റഷ്യ ഈ ക്യാപിറ്റൽ മോസ്കോ ആണ്. നിങ്ങൾക്കറിയാം, പലരും പോയിട്ടുണ്ടാവും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോസ്കോ വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ കറൻസി എന്ന് പറയുന്നത് റൂബിളാണ്. റൂബിൾ ഇന്ത്യ റേറ്റ് ഏകദേശം സെയിം ആയിരുന്നെങ്കിലും ഇപ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ 80 പൈസയുള്ളൂ. 80 പൈസ അവിടുത്തെ 80 പൈസ കൊടുത്താൽ, നമ്മൾ 80 പൈസ കൊടുത്താൽ അവിടുത്തെ ഒരു റൂബിള് കിട്ടും. നമ്മളെക്കാട്ടിലും വാല്യൂ കുറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ചെലവ് കുറച്ച് കുറവാണ്. ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റിലാണെങ്കിൽ നമുക്ക് ആകെ 6 മണിക്കൂറാണ് വരുന്നുള്ളൂ ഡൽഹിയിൽ നിന്ന്. ക്ലൈമറ്റ് എല്ലാ ക്ലൈമറ്റും ഉണ്ട്, വിന്റർ കൺട്രിയാണ്. പക്ഷെ മോസ്കോ ഏരിയയിൽ കുറച്ച് നല്ല ക്ലൈമറ്റ് ആണ്. അങ്ങോട്ട് സൈബീരിയയിലേക്കും മറ്റ് നോർത്തിലേക്കും ഒക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഈസ്റ്റിലേക്കൊക്കെ പോകുമ്പോൾ വളരെ നല്ല തണുപ്പായിരിക്കും ഉണ്ടാവും. എല്ലാ തരത്തിലുള്ള അപ്രൂവലും നമുക്ക് ഇവിടെ യൂണിവേഴ്സിറ്റികൾ കാണാൻ പറ്റും. വലിയ യൂണിവേഴ്സിറ്റികളാണ്, ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളാണ്. ഓക്കെ, പല രാജ്യത്തു നിന്നുള്ള ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട്, എല്ലാ രാജ്യത്തു നിന്നുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. പിന്നീട് നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ട് യാരോസ്ലാവിൽ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ ഇപ്പോൾ ഈ വർഷത്തെ ഫീസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 2.5 ലക്ഷമാണ്. അഥവാ ഒരു സെമസ്റ്ററിന് വെറും 1,25,000 രൂപ കൊടുത്താൽ പഠിക്കാൻ പറ്റും. 12.5 ലക്ഷം രൂപ കൊടുത്താൽ ടോട്ടൽ ഫീസും അവിടെ കഴിയും. 15 ലക്ഷം രൂപ കൊടുത്താൽ ടോട്ടൽ ഫീസും അവിടെ കഴിയും. അതായത് ഒരു 20 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അവിടെ പഠിച്ച് ഡോക്ടറായി തിരിച്ചു പോരാം. ഭക്ഷണം, താമസം, ഫീസ് എല്ലാം കൂടി ഏറ്റവും ലോ പാക്കേജ് ആണ്. ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയാണ്. മോസ്കോയിൽ നിന്നും ഒരു 2 മണിക്കൂർ ട്രെയിനിൽ പോകാനുള്ള ദൂരമുള്ളൂ ഇവിടെ യാരോസ്ലാവിൽ. YSMU എന്ന് ഷോർട്ടിൽ പറയും. ഓക്കെ, ഇനി ഫാർ ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റി കുറെ ദൂരത്താണ്. 3.76 lakhs ആണ് ഇയർലി ഫീസ്. വോൾഗോഗ്രാഡ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി അതും 3.76 lakhs ആണ്. ഈ ഇന്ത്യയിൽ ഇവിടുന്ന് ഇവിടെ ഫീസ് മോസ്കോയിൽ നിന്ന് രണ്ടും നല്ല ദൂരത്താണ്. ഓക്കെ, ഏകദേശം 1500ഓളം കിലോമീറ്റർ ദൂരത്താണ് വോൾഗോഗ്രാഡ്. ഫാർ ഈസ്റ്റേൺ ഫെഡറലിൽ ഒരുപാട് ദൂരമാണ്, 2000-2500ഓളം കിലോമീറ്ററോളം ദൂരത്താണുള്ളത്. എന്നിരുന്നാലും അവിടെയൊക്കെ കുട്ടികൾ പോകുന്നുണ്ട്. എല്ലാം റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണ്. പക്ഷെ YSMU കുറച്ചും കൂടി ആക്സസിബിൾ ആണ്, നമുക്ക് പോകാൻ പറ്റും. മറ്റേത് യൂണിവേഴ്സിറ്റി വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് YSMU ആണ് എന്നാണ് സാറ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ YSMU ഫീസ് കുറവാണ്, ആക്സസിബിൾ ആണ്. ടവർ, ഓറൻബർഗ്, പേം, മാരി, സൈബീരിയൻ, ബാഷ്കർ, ഫാർ ഈസ്റ്റേൺ, ക്രിമിയൻ, കൂട്സ്, വോൾഗോഗ്രാഡ് ഇവിടെയൊക്കെ നമുക്ക് അഡ്മിഷൻ ചെയ്യാവുന്നതാണ്. പിന്നീട് സരാത്തോ, തംബോ, റോസ്റ്റോ, നോർത്തേൺ നാഷണൽ മെഡിക്കൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, പെറഗോവ്, ഷെനോവ്, പീപ്പിൾസ് ഫ്രണ്ട്സ്, സ്മോളൻസ്ക്, ഓറൽ, നിഷ്നി ഇവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഇപ്പോൾ സർവീസ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യാനും കുട്ടികൾക്ക് കുറച്ചുകൂടി സൗകര്യമായിട്ടാണ് ഒരു പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇൻടേക്ക് സെപ്റ്റംബറിൽ മാത്രമേ ഉള്ളൂ, ഫെബ്രുവരിയിലില്ല. സെപ്റ്റംബർ ഫസ്റ്റിൽ തന്നെ ക്ലാസ് തുടങ്ങും. ഒരു എൻട്രൻസ് എക്സാം ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഞാൻ പറയാൻ മറന്നുപോയി, ഈ ബൾഗേറിയയിലും എൻട്രൻസ് എക്സാം ഉണ്ടാവും. എൻട്രൻസ് എവിടേക്കാണ് ഉണ്ടാവുക എന്നുള്ള കൃത്യമായ ബോധമാണ്. ഉസ്ബെക്കിസ്ഥാനിൽ താഷ്കന്റ് മെഡിക്കൽ അക്കാദമിയിൽ ഇന്റർവ്യൂ ഉണ്ടാവും. ബാക്കിയുള്ളിടത്തൊന്നും ഇന്റർവ്യൂ എൻട്രൻസോ ഇല്ല. പിന്നീട് ബൾഗേറിയയിൽ എൻട്രൻസ് എക്സാം ഉണ്ടാവും. അത്യാവശ്യം ടഫാണ്, പക്ഷെ നമ്മുടെ കുട്ടികൾ എല്ലാവരും പാസ്സാവും.
അതിനുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കൊടുക്കാൻ പറ്റും. പിന്നീട് വന്നിട്ട് നമുക്ക് ഈ മോൾഡോവയിൽ എൻട്രൻസ് എക്സാം ഇല്ല, ഇന്റർവ്യൂ ഉണ്ടാവും, എല്ലാവരും പാസ്സാവും. പിന്നീട് വന്നിട്ട് ഈജിപ്തിൽ എൻട്രൻസും കാര്യങ്ങളും ഒന്നുമില്ല. ഓക്കെ. പിന്നീട് ഈ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള റഷ്യയിൽ എൻട്രൻസ് എക്സാം ഉണ്ടാവും. അത് നമ്മൾ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും കൊടുക്കും, എല്ലാവരും പാസ്സാവും. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം റഷ്യയിൽ എൻട്രൻസ് എക്സാം ഉണ്ട് എന്നുള്ളത്. ഓക്കെ. സെപ്റ്റംബറിൽ മാത്രമുള്ള ഇൻടേക്ക്, ഫെബ്രുവരി ഇല്ല. പിന്നീട് ജൂലൈ ഓഗസ്റ്റ് ആണ് ഇവിടെ വെക്കേഷൻ വരുന്നത്. സമ്മർ വെക്കേഷൻ എന്ന് പറയുന്നത് ജൂലൈ ഓഗസ്റ്റ് ആണ്. മറ്റൊരു കിർഗിസ്ഥാനാണ്. കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഉസ്ബെക്കിസ്ഥാൻ, അതെല്ലാം CIS കൺട്രീസ് ആണ്. കിർഗിസ്ഥാന്റെ ക്യാപിറ്റൽ ബിഷ്കേക്ക് ആണ്. ഓക്കെ. ഇവിടെ നമ്മൾക്ക് ഈ പ്രധാനമായിട്ടും ചെയ്യുന്ന ഓഷ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ഓഷ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി, ജലാലാബാദ് യൂണിവേഴ്സിറ്റി, ഇവിടേക്കാണ് അഡ്മിഷൻ ചെയ്യുന്നത്. മറ്റിഗോൾസ് ഇന്ത്യയുടെ തൊട്ടടുത്തുള്ള രാജ്യങ്ങളാണ് ഇതൊക്കെ തന്നെ. ബിഷ്കേക്കാണ് ക്യാപിറ്റൽ. കിർഗിസ്ഥാൻ സോമാണ് ഇവിടുത്തെ കറൻസി ആയിട്ട് വരുന്നത്. കിർഗിസും റഷ്യൻ ലാംഗ്വേജും ഒരേപോലെ ഉപയോഗിക്കുന്നുണ്ട്. റഷ്യൻ ലാംഗ്വേജ് അറിയെങ്കിൽ ഈ എല്ലാ രാജ്യത്തും പോകാൻ പറ്റും. എല്ലാ രാജ്യത്തും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് റഷ്യൻ ലാംഗ്വേജ്. ഇവിടെ ഓഷ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഒരു 3200 ഒക്കെ ഉള്ള ഫീസ് വരുന്നത്. ഓഷ് ഇന്റർനാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ജലാലാബാദ് യൂണിവേഴ്സിറ്റി, ഇതാണ് ഇവിടെ ഉള്ളത്. ഇതിൽ ഓഷ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയും ജലാലാബാദ് യൂണിവേഴ്സിറ്റി ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളാണ്. ഓക്കെ. ഇത് ഓഷ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അതിമനോഹരമാണ്. ഞാൻ ഹൈ ക്വാളിറ്റി ആണ് എന്നൊന്നും പറയുന്നില്ല, ഒരു ആവറേജ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളാണ്. ഈ ഫീസ് വളരെ കുറവാണ്. ഇപ്പൊ ഇതിന് ഉസ്ബെക്കിസ്ഥാൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം കുട്ടികൾ ഇങ്ങോട്ട് പോകുന്നത് വളരെ കുറവാണ്. എന്നാലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ആരെയും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അഡ്മിഷൻ കൊടുക്കാം. ഓക്കെ. എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും ഉണ്ട്. അടിച്ചുവിട്ടുള്ളൂ. PG ഒക്കെ അവിടെ ഉണ്ട്, ജിംനാഷ്യം ഒക്കെ ഉണ്ട്. ഓക്കെ. എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും ഉണ്ട്. ഓഷ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ഈ കിർഗിസ്ഥാനിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ് ഓഷ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഏകദേശം ഒരു 400ഓളം കിലോമീറ്റർ പോകണം ഈ ബിഷ്കേക്കിൽ നിന്ന് ഫ്ലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ട്രെയിനും ബസ്സും ഒക്കെ അവൈലബിൾ ആണ്. ഒരു വലിയ യൂണിവേഴ്സിറ്റിയാണ് ഓഷ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. ഓക്കെ. അവിടെ അതിന് അണ്ടറിൽ കോളേജുകളും ജിംനാഷ്യം, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. നേരെ ഓപ്പോസിറ്റ് തന്നെ മനോഹരമായി ഒഴുകുന്ന പുഴ അതിന്റെ സൗന്ദര്യം ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നതാണ്. ഹോസ്റ്റലൊക്കെ അറ്റാച്ച്ഡ് ആണ്. ഓക്കെ സർ. ജലാലാബാദ് യൂണിവേഴ്സിറ്റിയാണ് പറയുന്നത്. അത് ഓഷിന്റെ അടുത്താണ് ജലാലാബാദ്. ഓഷിൽ നിന്ന് ഒരു 2 മണിക്കൂർ ഒക്കെ പോയി കഴിഞ്ഞാൽ ജലാലാബാദ് എത്തും. ജലാലാബാദ് പൊതുവെ ക്വാളിറ്റിയിലൊക്കെ വളരെ ഉഷാറാണ്. അവിടെ FMG കോച്ചിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഓഷിലും FMG കോച്ചിങ് ഉണ്ട്. അപ്പോൾ ജലാലാബാദ് കുറച്ച് ഫീസ് കൂടുതലാണെങ്കിലും ക്വാളിറ്റി ഉഷാറാണ്. ഈ ഫീസ് ജലാലാബാദില് നമുക്ക് വരുമ്പം കാണാം, ഈ ഏകദേശം $7,900 ഒക്കെയാണ് ഫസ്റ്റ് ഇയറിൽ ഫീസ് വരുന്നത്. ഫീസ് സ്ട്രക്ചർ നിങ്ങൾക്ക് അയക്കുന്നതാണ്. ഓക്കെ. ഓക്കെ സാർ. ഇത് നമുക്ക് ഫീസ് കുറച്ച് മാറിയിട്ടുണ്ട്, അത് പിന്നീട് പറയാം. ഓക്കെ. ഈ കിർഗിസ്ഥാൻ നാഷണൽ യൂണിവേഴ്സിറ്റി ഇവിടെ നമുക്കിപ്പോൾ അത്ര കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. കിർഗിസ്ഥാൻ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. കിർഗിസ്ഥാനിലെ മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ. മാറ്റിക്കോളൂ. കസാക്കിസ്ഥാൻ മറ്റൊരു കൺട്രിയാണ്. കസാക്കിസ്ഥാൻ. ഞാൻ കിർഗിസ്ഥാനും കസാക്കിസ്ഥാനും പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഈ എൻക്വയറീസ് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ. ഇപ്പൊ എല്ലാവരും ഉസ്ബെക്കിസ്ഥാൻ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ബൾഗേറിയയും മോൾഡോവയും അതുപോലെ യൂറോപ്യൻ കൺട്രീസിലെ, അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാനാണ് പ്രധാനമായിട്ട് ഏഷ്യൻ കൺട്രീസിലെ ഒരു ഡിമാൻഡുള്ളത്. ഓക്കെ. പിന്നെ ഈജിപ്ത് ഒരു സ്പെഷ്യൽ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ഈജിപ്തിൽ ചോദിക്കുന്നുണ്ട്. ഈജിപ്തിൽ നല്ല ഡിമാൻഡ് ഉണ്ട്. കസാക്കിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ 9ാമത്തെ വലിയ രാജ്യമാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് കസാക്കിസ്ഥാൻ. ഇവിടെ ഉള്ള യൂണിവേഴ്സിറ്റികൾ എല്ലാം വേൾഡ് സ്റ്റാൻഡേർഡിലെ യൂണിവേഴ്സിറ്റികളാണ്. അൽഫരാബി കസാക്ക് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി, കസാക്ക് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി, സെമൈ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, കരഗന്ദ യൂണിവേഴ്സിറ്റി, ഇതെല്ലാം വളരെ ഉഷാറായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. മരികളൂ സാർ.
കസാക്കിസ്ഥാൻ വലിയ രാജ്യമാണ്. ഇതിന്റെ ക്യാപിറ്റൽ ഈ അസ്താനയാണ്. നൂർ സുൽത്താൻ എന്നാണ് മറ്റൊരു പേര്. അവിടുത്തെ ഏറ്റവും വലിയ സിറ്റി എന്ന് പറയുന്നത് അൽമാട്ടിയാണ്. ക്യാപിറ്റല് നൂർ സുൽത്താൻ, അസ്താനയാണ്. ഈ ലോകത്തിലെ 9ാമത്തെ വലിയ രാജ്യമാണ്. കസാക്കിസ്ഥാനി ടെങ്കയാണ് അവിടുത്തെ കറൻസി. ഒഫീഷ്യൽ ലാംഗ്വേജ് കസാക്കും റഷ്യനുമാണ്. ഈ ഇന്ത്യയിൽ നിന്ന് പോകുമ്പോൾ 4 മണിക്കൂറാണ് ഇങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുന്നത്. നമ്മൾക്ക് ഓൺ അറൈവൽ വിസയാണ് കസാക്കിസ്ഥാനിലേക്ക്. അതും ഒരു പ്രത്യേകതയാണ്. ഇന്ത്യക്കാർക്ക് വിസയൊന്നും വേണ്ട ആവശ്യമില്ല. അൽഫറാബി കസാഖ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി $4,500 ആണ് ഫീസ്. കസാഖ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി, സൗത്ത് കസാഖ് നാഷണൽ യൂണിവേഴ്സിറ്റി, സെമൈ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, അസ്താന യൂണിവേഴ്സിറ്റി, ഇതെല്ലാം നമ്മളെ യൂണിവേഴ്സിറ്റികളാണ് ഇവിടെ. ഓക്കെ, ഇതിൽ അൽഫറാബി ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഈ ഒരു ഗവൺമെന്റ് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പാണ്. ഈ ഗവൺമെന്റ് എന്ന് തന്നെ പറയുവാണെങ്കിൽ. പക്ഷെ വേൾഡ് റാങ്ക് 165 ഒക്കെയാണ് അതിന്റെ വേൾഡ് റാങ്ക്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഡിമാൻഡ് ഉള്ളത് അവിടെ അൽഫറാബി കസാഖ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. അൽഫറാബി, അതിന്റെ അൽഫറാബിന്റെ ഒരു ചിത്രമാണ്. ഈ ഗവൺമെന്റ് പ്രൈവറ്റ് കൊളാബറേഷൻ വേൾഡ് റാങ്ക് 165 1800 കേട്ടോ. 1800 എന്നപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വേൾഡ് റാങ്ക് വരുന്നത് 25,000 ഒക്കെ ആയിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴേ. മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആകുമ്പോൾ വേൾഡ് റാങ്ക് വളരെ കുറവായിരിക്കും. അതിന്റെ അർത്ഥം ക്വാളിറ്റി കുറവാണ്. എയിംസിന്റെ റാങ്ക് ഡൽഹി എയിംസ് മാത്രമാണ് ഒരു 1300 ഒക്കെ വരുന്നത്. ബാക്കിയൊക്കെ 10,000 13,000 ഒക്കെയാണ്. ഓക്കെ, അൽഫറാബി കസാഖ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ, ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിച്ച് ഇറങ്ങിയിട്ടുണ്ട്. മറ്റൊരു കൺട്രി ബംഗ്ലാദേശ്. ബംഗ്ലാദേശ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഇന്ത്യയുടെ തൊട്ടടുത്തുള്ള രാജ്യമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ബംഗ്ലാദേശ് ആണ് ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഏറ്റവും നല്ലത്. പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല, ഇന്ത്യയിൽ വന്ന് FMG ക്ലിയർ ചെയ്യാൻ ഏറ്റവും സുഖം ബംഗ്ലാദേശാണ്. കാരണം ഇന്ത്യയുടെ സെയിം എഡ്യൂക്കേഷൻ ആണ്, നല്ല ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് ബംഗ്ലാദേശ്. ഒരു ഭക്ഷണം, താമസം, ഫീസ് എല്ലാം കൂടെ ഒരു 35-37 ലക്ഷം രൂപ കൊടുത്താൽ അവിടെ നമുക്ക് പഠിക്കാൻ പറ്റും. 3 ഭാഗവും ഇന്ത്യയിൽ ചുറ്റപ്പെട്ട സ്ഥലമാണ് ബംഗ്ലാദേശ്. അല്ലെ, ഇന്ത്യയുമായിട്ട് ഇപ്പൊ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാലും ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമാണ്. ബംഗ്ലാദേശിന്റെ മുൻ പ്രസിഡന്റ് ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ മോളാണ്. അവർ ഇന്ത്യയിലാണുള്ളത്. ഇപ്പൊ യൂനുസ് എന്ന് പറയുന്ന പ്രസിഡന്റ് ഇന്ത്യയിലെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയൊക്കെ ആയിട്ട് മീറ്റിംഗ് ഒക്കെ നടത്തിയിരുന്നു. പക്ഷെ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ട്. ധാക്കയാണ് ക്യാപിറ്റൽ, ടാക്കയാണ് അവിടുത്തെ കറൻസി. ഓക്കെ, ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് കറൻസി വാല്യൂ കൂടുതലാണ്. ഇന്ത്യന്റെ തൊട്ടടുത്താണ്. നിങ്ങൾക്കറിയാം, ഈ ചെന്നൈയിൽ നിന്നൊക്കെ പോവുകയാണെങ്കിൽ നേരെ ചെറിയ 3 മണിക്കൂർ 2.25 മണിക്കൂർ കൊണ്ട് ധാക്കയിലെത്തും. NMC അപ്രൂവലും എല്ലാ അപ്രൂവലും ഉണ്ട്. NMC ഗൈഡ് ലൈൻസ് കൃത്യമായി പാലിക്കുന്നുണ്ട്. ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ ക്യാഷ് ഇങ്ങോട്ട് കിട്ടും. ഓക്കെ, അതാണ് ഇതിന്റെ പ്രത്യേകത. എല്ലാ തരത്തിലുള്ള അപ്രൂവലും ഉണ്ട്. ഓക്കെ, മെഡിക്കൽ കുറേ യൂണിവേഴ്സിറ്റികൾ അവിടെ ഉണ്ട്, കോളേജുകളാണ്. അവിടെ ഈ മെഡിക്കൽ കോളേജുകളാണ്, യൂണിവേഴ്സിറ്റികളല്ല, മെഡിക്കൽ കോളേജുകളാണ് ഇവിടെ ഉള്ളത്. ഈ കോളേജ് യൂണിവേഴ്സിറ്റികളുടെ അണ്ടറിലായിരിക്കും. ഉദാഹരണമായിട്ട് ധാക്ക യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ഉള്ള സിൽഹട്ട് യൂണിവേഴ്സിറ്റി, പല യൂണിവേഴ്സിറ്റികളുടെ അണ്ടറിലുള്ള കോളേജുകളാണ് നമ്മളെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്നത് പോലെ. ഇപ്പോഴാണ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി വന്നത്. ഈ ഒറ്റ മെഡിക്കൽ യൂണിവേഴ്സിറ്റി വന്നിട്ടുള്ളത് ഇപ്പോഴാണ്. എന്നാൽ കുഹാസ് എന്ന് പറഞ്ഞ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്, അല്ലെ. ഈ പണ്ടാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ മഹാത്മാഗാന്ധി, അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി, ഇതിന്റെ അണ്ടറിലായിരുന്നു മെഡിക്കൽ കോളേജ്. ഇപ്പൊ എല്ലാം ഈ കുഹാസിന്റെ അണ്ടറിലായി. പക്ഷെ ഇവിടെ ബംഗ്ലാദേശിൽ ഇപ്പോഴും എങ്ങനെയാന്ന് വെച്ചാൽ പല യൂണിവേഴ്സിറ്റികളുടെ അണ്ടറിലുള്ള കോളേജുകളാണ്. ഓക്കെ, മാറ്റിക്കോ. ഏത് കോളേജിൽ വേണമെങ്കിലും നമുക്ക് അഡ്മിഷൻ ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ 2-3 കോളേജുകളുടെ പേര് പറയും. TMSS മെഡിക്കൽ കോളേജ്, ഇവിടെ ഒരു 37 ലക്ഷമാണ് ഭക്ഷണം അടക്കം വരുന്നത്. ഓക്കെ, അതുപോലെ പ്രൈം മെഡിക്കൽ കോളേജ് 36 ലക്ഷമാണ് ഭക്ഷണം അടക്കം വരുന്നുള്ളൂ. റംപൂർ കമ്മ്യൂണിറ്റി മെഡിക്കൽ കോളേജ് 30 ലക്ഷമാണ് വരുന്നത്. അറൗണ്ട് ഇത്രയൊക്കെയാണ് വരുന്നത്. ഇവിടെയുള്ള കുട്ടികളെല്ലാം വളരെ ഹാപ്പിയാണ്. അവർക്ക് പോകാനും വരാനും ഒക്കെ വളരെ സൗകര്യമാണ്. ഏത് 10 ദിവസം ഒഴിവുണ്ടെങ്കിലും വെറും ഒരു 10,000 രൂപയൊക്കെ ഉണ്ടായാൽ
അവർക്ക് ഇന്ത്യയിൽ ഒന്ന് വരാൻ പറ്റും. ഒരു 20,000 രൂപയൊക്കെ ഉണ്ടായാൽ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ആവും. ഓക്കെ, അപ്പം ഇവിടെ ചോദിക്കുന്നത് കുറവായിരിക്കും. ഓക്കെ, മറ്റൊന്ന് ഇനി അങ്ങോട്ടുള്ളത് പറയണ്ട സർ, കാരണം അത് നമുക്ക് NMC ഗൈഡ് ലൈൻസ് ഇല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. റൊമാനിയയാണ്, NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നില്ല. നിങ്ങൾ ആരെയും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. അവിടെയുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ടിറ്റു മയോറസ്ക്യൂ, കരോൾ ഡാവില യൂണിവേഴ്സിറ്റി, ഇങ്ങനെയൊക്കെയുള്ള യൂണിവേഴ്സിറ്റികളാണ്. കരോൾ ഡാവില ബുക്കാറസ്റ്റിൽ തന്നെയാണുള്ളത്. ബുക്കാറസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ക്യാപിറ്റൽ റൊമാനിയന്റെ. ടിറ്റു മയോറസ്ക്യൂ ഫീസൊക്കെ കുറച്ച് കൂടുതലാണ്. എൻട്രൻസ് എക്സാം ഉണ്ടാവും. ഓക്കെ, ബൾഗേറിയ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബൾഗേറിയ പറഞ്ഞു സർ, അത് അടിച്ചിട്ടുള്ളൂ. ലാറ്റ്വിയയിൽ നമുക്ക് ഈ റിഗാ സ്റ്റാഡിൻസ് യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇവിടെ നമുക്ക് ഏകദേശം ഫീസ് വരുന്നത് 12,500 യൂറോ ഒക്കെയാണ്. ഇവിടുന്ന് NMC ഗൈഡ് ലൈൻസ് പാലിക്കുന്നില്ല. ആരെയും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരിക്കലും നിങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ട. നേരത്തെ ഒക്കെ കുട്ടികൾ പോവാറുണ്ടായിരുന്നു, ഇപ്പം കുട്ടികൾ അങ്ങോട്ട് അങ്ങനെ പോകുന്നില്ല. പോളണ്ടിൽ വാർമി മസൂരി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഉണ്ട്. ഏകദേശം ഇന്ത്യൻ റുപ്പീസിൽ വരുമ്പോൾ ഒരു 10 ലക്ഷം രൂപയൊക്കെയാണ്. ഒരു 49,000 പോളിഷ് സ്ലോട്ടിയാണ് അവിടുത്തെ ഫീസ്. അഥവാ 10 ലക്ഷം രൂപയൊക്കെയാണ് വരിക. ഇവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, കാരണം NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ടർക്കി ഉണ്ട്, അതൊക്കെ യൂറോപ്യൻ കൺട്രിയാണ്. ഫീസ് ഒത്തിരി കൂടുതലാണ്. അതുകൊണ്ട് അത് നമ്മൾ ഹാലിക്ക് ഉസ്കുദാർ യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ട്. അസർബൈജാനിൽ ആരെയും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. NMC FMG റിസൾട്ട് കുറച്ച് കുറവാണ്, അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് വെച്ചിട്ടുള്ളത്. $8,750 സെക്കൻഡ് ഇയർ മുതൽ $6,750 ഒക്കെയാണ് ഫീസ് കേട്ടോ. അസർബൈജാൻ ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാം. എന്തായിരുന്നാലും എങ്ങനെയാണ് അഡ്മിഷൻ ചെയ്യണ കാര്യങ്ങൾ ഇനി സാറ് പറയും. ഈ വിനോദ് സാറ് പറയല്ലേ ഇനി? ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻഡ് ഓഫ് ദി സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വിനോദ് സാർ. സാറില്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇന്ന് ഈ കോവിഡിന് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള വലിയ ഒരു മാറ്റം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികളാരും ഓഫീസിൽ വരൂല കൗൺസിലിംഗ് ചെയ്യാൻ. നിങ്ങൾ കൃത്യമായിട്ട് ഇൻഫോർമേഷൻസ് കൊടുക്കുകയാണെങ്കിൽ അവര് അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ ഈ നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുത്താൽ അവര് അക്കൗണ്ട്സ് കൊടുത്ത് ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് അയച്ചു, അക്കൗണ്ട്സ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഡോക്യുമെന്റ്സ് അയച്ചു. അതാണ് ഇപ്പോഴുള്ള ഒരു പ്രത്യേകത. അവരോട് ഇപ്പൊ +2 കഴിഞ്ഞ കുട്ടികളാണ് +2ന്റെ ഡോക്യുമെന്റ് വാങ്ങുക. 10th ഒക്കെ ഓൺലൈൻ ഈ കോപ്പി മതി, കോപ്പി മതി. ബർത്ത് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് ഒക്കെ വാങ്ങുക. പാസ്പോർട്ട് ഇല്ലാത്തവർ ആധാർ കാർഡ് എന്തെങ്കിലും വാങ്ങിയിട്ട് സീറ്റ് ബുക്ക് ചെയ്യാന്നുള്ള ഇപ്പോഴുള്ള ഒരു അവസ്ഥ. മനസ്സിലായാലോ? മാക്സിമം സീറ്റ് ബുക്ക് ചെയ്യുക. അത് നിങ്ങൾ 10,000 5,000 എന്തെങ്കിലും വാങ്ങിയിട്ട് സീറ്റ് ബുക്ക് ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഡോക്യുമെന്റ്സ് എങ്കിലും വാങ്ങി സീറ്റ് ഉറപ്പിക്കുക. ഉണ്ടോ? എന്തെങ്കിലും ക്യാഷ് തന്നാലാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ഈ എത്രയും പെട്ടെന്ന് സീറ്റ് ബുക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഇനി അഥവാ അവർക്ക് നീറ്റ് കിട്ടുകയാണെങ്കിൽ ചില കൺട്രീസിലൊക്കെ നമുക്ക് രജിസ്ട്രേഷൻ ഫീസ് വാങ്ങുന്നത് തിരിച്ചു കൊടുക്കാം. അത് വിനോദ് സാർ അതിനെ കുറിച്ച് വിശദമായിട്ട് പിന്നീട് പറയും നിങ്ങളോട്. ഈ വിനോദ് സാറ് എനിക്ക് തോന്നുന്നു അതെല്ലാം ഇതിൽ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഈജിപ്റ്റ് ഒക്കെ ആണെങ്കിൽ ഡോക്യുമെന്റ്സ് അറ്റസ്റ്റ് ചെയ്യണം. ഈജിപ്റ്റ് എംബസി അറ്റസ്റ്റേഷൻ ഒക്കെ ചെയ്യണം. നല്ല എക്സ്പെൻസ് ആണ്. ഒരു ഡോക്യുമെന്റ് അറ്റസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ 10,000 റുപ്യൊക്കെ വരും. അപ്പോൾ ഒരു കുട്ടിക്ക് ഈ 5ഉം 8ഉം PG ഒക്കെ ആണെങ്കിൽ 18ഉം ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടാവും. 1.5 ലക്ഷം രൂപയൊക്കെ നമുക്ക് ചെയ്യാം. എത്ര പൈസ നമുക്ക് ആദ്യം വാങ്ങാൻ പറ്റില്ല, മനസ്സിലായാലോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ അവരോട് പറയണം, നിങ്ങൾ ക്യാൻസൽ ചെയ്താൽ നിങ്ങളുടെ ചെലവ് കഴിച്ചിട്ട് ബാക്കിയുള്ളതാണ് നമ്മൾ തരുള്ളൂ എന്നുള്ളത് അവരോട് പറയണം. അതുപോലെ തന്നെ ബൾഗേറിയയും മോൾഡോവയും എല്ലാം നമ്മൾ ഡോക്യുമെന്റ്സ് അറ്റസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഇതിന്റെ എക്സ്പെൻസ് നമുക്ക് ഈ കുറച്ചിട്ടാ കൊടുക്കാൻ പറ്റില്ല. എന്നാൽ ഉസ്ബെക്കിസ്ഥാനും ഒക്കെ ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഈ റഷ്യ ഒന്നും അത്ര വലിയ പ്രശ്നമല്ല. അപ്പൊ എന്തായിരുന്നാലും അഡ്മിഷൻസ് ക്ലോസ് ചെയ്യുക, അതിനെ കുറിച്ചിട്ട് പിന്നീട് പറയുന്നതായിരിക്കും. ഓക്കെ, കഴിഞ്ഞെന്ന് തോന്നുന്നു. എന്തായിരുന്നാലും എൻ്റെ ക്ലാസ് ശരിയായിട്ടുണ്ടോയെന്ന് അറിയില്ല. ഞാൻ അത്ര നല്ലൊരു ക്രൗഡ് പുള്ളറൊന്നുമല്ല. സാറാണ് അതിന്റെ എക്സ്പെർട്ട്. സാർ ഇനി കൂടുതൽ കാര്യങ്ങൾ പറയും. ഇതിൽ ചാറ്റ് ബോക്സിൽ എന്താ വന്നിട്ടുള്ളതെന്ന് നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിലൊന്നും വന്നിട്ടില്ല തോന്നുന്നു അല്ലേ? ഹലോ, ഗുഡ് ഈവനിങ് സർ. വെരി ഗുഡ് ഈവനിങ് സാറെ, ട്രിവാൻഡ്രത്ത് സാരഥയാണ്. പറഞ്ഞോളൂ. സാറേ, നമ്മുടെ മോൾഡോവയിലെ
ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, ഇന്റേൺഷിപ്പ് ഇൻ 2 year ആൻഡ് 3rd year 4th year ഓൺവേർഡ്സ് ടീച്ചിങ് ഹോസ്പിറ്റൽസ് ഇൻ മോൾഡോവ. അതൊന്നും പറയാൻ പറ്റും എന്താന്ന്? അങ്ങനെ ഒരു അത് എനിക്ക് അങ്ങനെ സ്ലൈഡ് അതിൽ ഉള്ളതായിട്ട് കണ്ടിട്ടില്ല. ഉണ്ടായിരുന്നു സർ. അതായത് ഈ അത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ആക്ച്വലി 3 year കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പഠിക്കുന്നത് 4th year മുതൽ ഹോസ്പിറ്റലാണ്. 3 വർഷം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4, 5, 6 വർഷങ്ങളിൽ അവർ പഠിക്കുന്നത് ഹോസ്പിറ്റലിലാണ്. മനസ്സിലായില്ല? അതായത് ഹോസ്പിറ്റലിൽ ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആദ്യത്തെ 3 വർഷം നോൺ ക്ലിനിക്കൽ സബ്ജക്ട്സ് ആണ് പഠിപ്പിക്കുന്നത് പ്രധാനമായിട്ടും. അതായത് അനാട്ടമിയും ഫിസിയോളജിയും നമ്മൾ ക്ലിനിക്കൽ അല്ലാത്ത സബ്ജക്റ്റുകൾ. 4ാമത്തെ വർഷം മുതൽ അവിടെ കൂടുതൽ പഠിപ്പിക്കുന്നത് ക്ലിനിക്കൽ സബ്ജക്റ്റ്. ഈ സമയത്ത് കേൾക്കുന്നില്ല. അതായത് 4ാമത്തെ വർഷം മുതൽ അവർ പഠിക്കുന്നത് ഹോസ്പിറ്റലുകളിലാണ്. ഈ ഹോസ്പിറ്റലിലാവുമ്പോൾ അവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഒരുപാട് ഹോസ്പിറ്റൽ, 35ഓളം ഹോസ്പിറ്റലുകളുണ്ട്. എല്ലാം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആ സിറ്റിയിലുള്ള ഒരുപാട് ഹോസ്പിറ്റൽ. ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ ക്ലിനിക്കൽ പഠിക്കുന്നു അവര് 6 വർഷം വരെ. മനസ്സിലായല്ലോ? പിന്നീട് അവര് ഇന്റേൺഷിപ്പ് ഇപ്പൊ ഇന്ത്യക്ക് വേണ്ടിയത് കൊണ്ട് ഇന്റേൺഷിപ്പ് അത് കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നു. അത് 6 വർഷം അവിടെ പഠനം തന്നെയാണ്, 360 ക്രെഡിറ്റ് ആവും. നല്ല പഠനമാണ്, നല്ല ക്ലിനിക്കൽ എക്സ്പോഷറാണ്. പക്ഷെ അവർ 5 വർഷത്തിലേക്ക് മാറ്റുകയാണ്. അതിനുള്ള NMC ആയിട്ടുള്ള മീറ്റിംഗ് ഈ വരുന്ന മെയില് വെച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി. പിന്നീട് 5 വർഷമാക്കും. ഇപ്പോൾ നിലവിൽ അവിടെ 6 വർഷം കോഴ്സാണ്, 1 വർഷം ഇന്റേൺഷിപ്പ് ആണ്. ഞാൻ പറഞ്ഞ ക്ലിയർ ആയി വിചാരിക്കും. ഒന്നുകൂടി പറയാം. സർ, അതായത് 6+1 7 years എന്നാണ് സാർ പറഞ്ഞു വരുന്നത്. 6+1 7 years ആണ്. അതിൽ തന്നെ 3 വർഷം അവർ പഠിക്കുന്നത് യൂണിവേഴ്സിറ്റിയിൽ. പിന്നീട് അവർ 2nd year മുതൽ ഹോസ്പിറ്റലിൽ പോയി തുടങ്ങും. പക്ഷേ 4ാമത്തെ വർഷം മുതൽ അവർക്ക് റൊട്ടേഷൻ ആയിരിക്കും, ഓരോ ഹോസ്പിറ്റലായിരിക്കും ക്ലാസ് ഉണ്ടാവുക, യൂണിവേഴ്സിറ്റിയുടെ ഹോസ്പിറ്റലായിരിക്കും ക്ലാസ് ഉണ്ടാവുക. 6 വർഷം കോഴ്സ് കഴിഞ്ഞിട്ട് നേരെ ഗ്രാജുവേഷൻ ഒക്കെ കഴിയും. അവര് ഈ ഇന്ത്യയിലെ NMC ഗൈഡ് ലൈൻസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 1 വർഷം ഇന്റേൺഷിപ്പ് യൂണിവേഴ്സിറ്റി കൊടുക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? കാരണം എന്താന്ന് വെച്ചാല് ഷെങ്കൻ കൺട്രീസിൽ ഇപ്പൊ ബൾഗേറിയ ഒഴിച്ചുള്ള കൺട്രീസിൽ ഒന്നും തന്നെ ഇന്റേൺഷിപ്പ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ലാറ്റ്വിയയും റൊമാനിയയും പോളണ്ടും ഒന്നും ഇപ്പൊ ചെയ്യാത്തത്. കാരണം അവിടെയൊന്നും ഇന്റേൺഷിപ്പ് 1 year അവർക്ക് കൊടുക്കുന്നില്ല. 6 വർഷം കഴിഞ്ഞിട്ട് അവർ റെസിഡൻസി ചെയ്യാണ് ചെയ്യുക, അഥവാ PG ചെയ്യാണ് ചെയ്യുക. അതുകൊണ്ട് അതേ സിസ്റ്റം തന്നെയായിരുന്നു മോൾഡോവ. പക്ഷെ ഇന്ത്യയിലെ നോംസ് പാലിക്കുന്നത് കൊണ്ട് അവർ 1 year ഇന്റേൺഷിപ്പ് ആണ് കൊടുക്കുക. അതിപ്പം ബൾഗേറിയയുടെ അതേപോലെ 5+1 ആക്കാനുള്ള ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഉടനെ തന്നെ അടുത്ത ഇന്ത്യക്ക് മുതൽ തന്നെ അങ്ങനെ ആക്കുമെന്നാണ് തോന്നുന്നത്. മെയ്യോട് കൂടിയിട്ട് അത് കൺഫേം ആവും. സാറേ, ഈ ബൾഗേറിയയിൽ സാറ് പറഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ ഷെങ്കൻ വിസ കിട്ടുമെന്ന്. പക്ഷെ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിയാതെ അവിടെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും? ഈ ബൾഗേറിയയിൽ പഠിച്ചു കഴിഞ്ഞാലല്ല ഷെങ്കൻ വിസ കിട്ടുന്നത്. ഷെങ്കൻ വിസയിലാണ് ആ കുട്ടി പോകുന്നത്. ബൾഗേറിയയിലേക്ക് പോകുന്നത് ഷെങ്കൻ വിസയിലാണ്. ഓക്കെ, പഠിച്ചു കഴിഞ്ഞാൽ ലൈസൻസ് കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞത്. പഠിച്ചു കഴിഞ്ഞാൽ ലൈസൻസിയേറ്റ് എക്സാം ഇല്ലാതെ തന്നെ അവിടെ ലൈസൻസ് കിട്ടും. ഈ ലൈസൻസ് ഉണ്ടായാൽ ഷെങ്കൻ കൺട്രിയിൽ എവിടെയും അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, PG ചെയ്യാൻ പറ്റും. അവര് ജർമ്മനിയിൽ പോവാണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം, ഇറ്റലി പോവാണെങ്കിൽ ഇറ്റാലിയൻ ലാംഗ്വേജ് അറിയണം, ഫ്രാൻസിലാണ് ഫ്രഞ്ച് ലാംഗ്വേജ് അറിയണം. അത്ര മാത്രമേ ഉള്ളൂ. അവരെ വിസ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഷെങ്കൻ വിസയാണ്. 29 രാജ്യത്തേക്ക് ഒരൊറ്റ വിസയാണ്, ഷെങ്കൻ വിസയാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു സാർ. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. സാർ, ഇന്റേൺഷിപ്പ് ടൈമിൽ അവര് ഈ പറയുന്ന ലാസ്റ്റ് ഇയറിൽ അവർ എത്രയാണ് ഫീസ് അടയ്ക്കുന്നത്, അതേ ഫീസ് തന്നെയാണല്ലോ ഇന്റേൺഷിപ്പ്? അത് ഏത് കൺട്രിയിലും പേയ്മെന്റ് ചെയ്യേണ്ടത്? അല്ല, ഇന്റേൺഷിപ്പ് ആക്ച്വലി ഈ നേരത്തെ അവിടെ ഇന്റേൺഷിപ്പ് ചെയ്യണം എന്നുള്ള നിയമം എവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇന്റേൺഷിപ്പിന് പേയ്മെന്റിനെ കുറിച്ചും അവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. ബൾഗേറിയയിൽ ഇന്റേൺഷിപ്പിന് 5+1 ഫീസ് ഉണ്ട്. മോൾഡോവയിൽ ഫീസ് എന്തെങ്കിലും ഒരു ചെറിയ ഫീസ് ഉണ്ടാവും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം 2021 ഈ ഓർഡർ വന്നതിന് ശേഷം 2022 മുതൽ കുട്ടികൾ പോകാൻ തുടങ്ങി. 2021 നവംബറിലാണല്ലോ ഈ ഓർഡർ വന്നത്. 2022 കുട്ടികൾ 2027 ഇനി പുറത്തേക്ക് വരുള്ളൂ. മനസ്സിലായല്ലോ?
അപ്പൊ അതുകൊണ്ട് അപ്പോഴാണ് എത്രയാണ് ഫീസ് എന്നറിയില്ല. എന്തായാലും ചെറിയ എന്തെങ്കിലും ഒരു പേയ്മെന്റ് ഉണ്ടാവും. സാധാരണ ട്യൂഷൻ ഫീസിന്റെ അത്ര ഉണ്ടാവില്ല. ഓക്കെ. അപ്പൊ നമുക്ക് പാരന്റ്സ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഇപ്പൊ ടോട്ടൽ എക്സ്പെൻസസ് എത്രയാവും ഈ ഒരു ഇന്റേൺഷിപ്പ് ടൈമും കൂടെ ഇൻക്ലൂഡ് ഉള്ള എക്സ്പെൻസ് അല്ലേ നമുക്ക് അതെ അതെ അത്രേ പറയാൻ പറയാം. പറ്റുള്ളൂ? അതെ അതെ ഒരു 2000 ഒക്കെ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. അത്രേ ഉള്ളൂ. മോൾഡോവന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ബൾഗേറിയ ആൾറെഡി ട്യൂഷൻ ഫീസ് അവിടെ ഉണ്ട്. ബൾഗേറിയ ആൾറെഡി ഈ ട്യൂഷൻ ഫീസ് ഈ 6 ഓക്കെ. വർഷം ട്യൂഷൻ ഫീസ് ഉണ്ട് കേട്ടോ. പറഞ്ഞോളൂ. വേറെ എന്തെങ്കിലും ചോദിച്ചോ? ഓരോ കൺട്രീസ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അബ്രോഡിൽ MBBS ആയിട്ട് ബന്ധപ്പെട്ട എന്ത് ഡൗട്ട്സും ചോദിക്കും. അതുപോലെ തന്നെ നമ്മുടെ എൻട്രി റിക്വയർമെന്റ്സിൽ +2 സാധാരണ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആയിരുന്നല്ലോ ഇപ്പം മാറുന്നത്. ഇപ്പൊ ഇംഗ്ലീഷും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കണ്ടു. അത് എല്ലാ കൺട്രീസിനും ഇല്ല, ബാധകമാണോ? അത് ഈജിപ്ത് മാത്രമാണ് അങ്ങനെയുള്ളൂ. ഉദാഹരണമായിട്ട് ബൾഗേറിയയാണ് കെമിസ്ട്രിയും ബയോളജി മാത്രമാണ് അവർ നോക്കുന്നത്. ബൾഗേറിയ 62% കെമിസ്ട്രി ബയോളജിയാണ്. അവിടെ എൻട്രൻസ് എക്സാമും കെമിസ്ട്രിയിലും ബയോളജിയാണ്. എന്നാൽ ഈ നമുക്ക് മോൾഡോവയിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ് നോക്കുന്നത്. ഈ ഈജിപ്തിലാണ് അവർ ഇംഗ്ലീഷും മറ്റുള്ള ചില സബ്ജക്റ്റുകൾ നോക്കുന്നത്. അത് 10th +2 ഒക്കെ അവർ നോക്കുന്നത്. ഈജിപ്ത് കൈറോ യൂണിവേഴ്സിറ്റിന്റെ പറഞ്ഞല്ലോ. അതെ സർ. കൈറോ യൂണിവേഴ്സിറ്റിയിൽ എൻട്രൻസ് ഓറിയന്റഡ് ആണല്ലോ അവിടുത്തെ അഡ്മിഷൻ കിട്ടാൻ പ്രയാസം വല്ലതും നമുക്കുണ്ടോ? അവിടെ അതായത് അവിടെ അഡ്മിഷൻ കിട്ടാൻ നല്ല പാട് തന്നെയാണ്. പക്ഷെ നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടും. നമ്മളിപ്പം അവിടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഇതിനെ കംപ്ലീറ്റ് കൺട്രോൾ. ഞാൻ പറഞ്ഞല്ലോ, സിംഗിൾ വിൻഡോ അലോട്ട്മെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അഡ്മിഷൻ കിട്ടും, പ്രയാസമൊന്നുമില്ല. നമുക്ക് 100% അഡ്മിഷൻ കിട്ടും. അഡ്മിഷൻ എടുത്താൽ മാർക്ക് വേണമെന്നുള്ളൂ. 75% എബവ് മാർക്ക് ഉണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടും. ഏതെങ്കിലും കുട്ടികൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ 75% സർ. ഈജിപ്തിൽ എല്ലായിടത്തും അങ്ങനെയാണ്. ഞാൻ പറഞ്ഞ ഈ ടോപ്പ് 5 യൂണിവേഴ്സിറ്റീസ് ഈജിപ്തിൽ കെയ്റോ, എൻഷാംസ്, മൻസൂറ, അലക്സാണ്ട്രിയ, അസ്യൂട്ട്, ഈ 5 യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെയാണ്. മറ്റ് യൂണിവേഴ്സിറ്റി പ്രശ്നം, നഹദ യൂണിവേഴ്സിറ്റി വെറും $1500 ആദ്യത്തെ സെമസ്റ്ററിൽ. സെക്കൻഡ് സെമസ്റ്ററിൽ $1500 മതി ഫീസ്. തേർഡ് സെമസ്റ്റർ മുതൽ $2500 ഫീസ്. ശരിക്കും പറയുകയാണെങ്കിൽ $5000 അവിടുത്തെ ഇയർലി ഫീസ്. സെമസ്റ്റർ വൈസ് 2500 പക്ഷെ ആദ്യത്തെ 2 സെമസ്റ്ററിൽ അവർ $1000 സ്കോളർഷിപ്പ് തരും. ഓക്കെ, അവിടെ മാർക്ക് പ്രശ്നമൊന്നുമില്ല. നല്ല യൂണിവേഴ്സിറ്റിയാണ് അവിടെ നഹദ യൂണിവേഴ്സിറ്റി. ടോപ്പ് 5 വരുന്നതല്ല. പിന്നീട് മറ്റൊരു പ്രത്യേകത, കെയ്റോ യൂണിവേഴ്സിറ്റിയും എൻഷാംസ് യൂണിവേഴ്സിറ്റിയും പഠനത്തിൽ എക്സാമിൽ മാറ്റമുണ്ട്. ഒന്ന് മോഡുലാർ സിസ്റ്റവും വേറൊന്ന് സെമസ്റ്റർ സിസ്റ്റമാണ്. ഇവര് നമ്മളെ ഈ കെയ്റോ യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുന്നത് മോഡുലാർ സിസ്റ്റമാണ്. മോഡുലാർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. മറ്റൊരു സെമസ്റ്റർ സിസ്റ്റം. മോഡുലാർ സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാ സബ്ജക്റ്റിന്റെയും കുറേശ്ശെ ഭാഗം അവര് പഠിക്കുന്ന ഒരു പ്രത്യേക രീതിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ എല്ലാം ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സിസ്റ്റം, എല്ലാ സിസ്റ്റവും പരസ്പരം കണക്റ്റ് ആണ് എന്നൊക്കെ ഉള്ള ഒരു പുതിയൊരു കൺസെപ്റ്റിലൊക്കെ ഉള്ള ഒരു സംഭവമാണ് അവിടെ പഠിപ്പിക്കുന്നത് നമ്മുടെ കെയ്റോയിൽ. എന്നാൽ ഈ എൻഷാംസിലൊക്കെ ഉള്ളത് സെമസ്റ്റർ വൈസ് എക്സാം ഒക്കെ. അടുത്തൊരു എക്സാമിന്റെ ഉള്ള ഒരു മാറ്റമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഈജിപ്തില് സെപ്റ്റംബർ ഇൻടേക്ക് ആണ് വരുന്നത് സാർ, അത് ഒക്ടോബർ ആണോ? സെപ്റ്റംബർ ഇൻടേക്ക്. ഒക്ടോബറിലൊക്കെ കുട്ടികൾ പോവുള്ളൂ, പക്ഷെ സെപ്റ്റംബർ എന്നാണ് നമ്മൾ പറയാം. ട്യൂഷൻ ഫീസ് കംപ്ലീറ്റ് ബാങ്ക് ലോൺ ആയിട്ട് എടുക്കാറുണ്ട് ഇന്ത്യയിൽ നിന്ന്. ബാങ്ക് ലോൺ നമുക്ക് റീപേയ്മെന്റ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ബാങ്ക് ലോൺ തരും. If we have a bank repayment capacity, definitely bank will give loan. We can transfer a fee from here to university bank. നമുക്ക് ബാങ്ക് ലോൺ കിട്ടുകയാണെങ്കിൽ, അതായത് നമുക്ക് റീപേയ്മെന്റ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ബാങ്ക് ലോൺ തരും. മനസ്സിലായി? നമുക്ക് ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ.
സാർ ആന്റിജൻ യൂണിവേഴ്സിറ്റിക്ക് സീറ്റ് എടുക്കുന്നതിന് എന്തൊക്കെയാ വേണ്ടേ? ആന്റിജൻ യൂണിവേഴ്സിറ്റി നമുക്ക് ഉസ്ബെക്കിസ്ഥാനിലെ നമ്മൾ തന്നെ ഒരു യൂണിവേഴ്സിറ്റിയാണ്. നമുക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള നമുക്ക് ഈ സീറ്റ് എടുക്കാൻ പറ്റും. ഈ ആന്റിജൻ യൂണിവേഴ്സിറ്റി ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ്. വേറെ അവിടെ ജസ്റ്റ് നീറ്റ് ക്വാളിഫൈഡ് ആവുക എന്നുള്ളതാണ് നമ്മൾ എത്ര നീറ്റ് ക്വാളിഫൈഡ് വേണ്ടേ അവിടുത്തെ? 164 ആയിരുന്നു കഴിഞ്ഞ വർഷം. ഈ വർഷം ഇപ്പൊ എത്രയാണെന്നുള്ളത് നീറ്റിന്റെ റിസൾട്ട് വരുമ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവിടെ ഫീസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഫീസ് പൊതുവെ കുറവാണ്. ഉസ്ബെക്കിസ്ഥാന് പൊതുവെ കുറവാണ്. ഇപ്പൊ പുതിയ ഫീസ് സ്ട്രക്ചർ ഇപ്പൊ വന്നിട്ടുണ്ട്. 1800 അങ്ങനെ എന്തോ ഒരു ഫീസുണ്ട്. നിങ്ങൾക്ക് അയച്ചു തരും. കുറവാണ് പൊതുവെ. സെമസ്റ്ററിനാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മള് സാധാരണ പരസ്യം ചെയ്യുന്ന രീതി മീഡിയ അതേപോലെ തന്നെ മറ്റു സംഗതികളൊക്കെ വെച്ചിട്ടാണല്ലോ. ആ രീതിയിലല്ലാതെ മോർ അട്രാക്റ്റീവ് ആയിട്ടുള്ള മറ്റു മാർഗങ്ങൾ എന്തെങ്കിലും സാറിന്റെ അറിവിലുണ്ടോ? അത് സാർ എന്തായാലും അതിന്റെ വിനോദ് സാർ പറയും എങ്ങനെയാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നതിന്റെ സമ്മപ്പ് ചെയ്യുമ്പോൾ. ഒരുപാട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്. അത് സാറ് പറയും എന്തൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. നമുക്ക് വെബിനാറുകളാണ് ഇപ്പൊ നമുക്കറിയാലോ. ഇപ്പം ഈ പല ആളുകളും എക്സിബിഷൻസും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. ആളുകൾ അങ്ങോട്ടൊന്നും പോകാൻ റെഡിയല്ല. കാരണം ഇന്ന് വീട്ടിലിരുന്ന് അവർ മൊബൈൽ നോക്കി ക്ലാസ് കേൾക്കാനാണ് ആളുകൾക്ക് ഇഷ്ടം. അതുകൊണ്ട് കണ്ടിന്യൂസ് വെബിനാറുകളും കാര്യങ്ങളും നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. വെബിനാറുകൾ നിരന്തരമായിട്ട് ചെയ്യുക. ഡാറ്റ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് സ്കൂളുകളിൽ നിന്നോ നീറ്റ് ഡാറ്റയും മറ്റുള്ള ഡാറ്റകളൊക്കെ എവിടെ നിന്നൊക്കെ കിട്ടുമോ അതൊക്കെ വാങ്ങുക, അതിൽ വർക്കൗട്ട് ചെയ്യുക, അഡ്മിഷൻ ചെയ്യുക. ഈ ഒരു സാറ് തുടക്കത്തിൽ പറഞ്ഞു ഏപ്രിൽ മുതൽ ഒരു ഓഗസ്റ്റാണ് ഈ ഒരു സെപ്റ്റംബർ ഇൻടേക്കിന്റെ അഡ്മിഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തുടരാം അഡ്മിഷൻ. ഒരു ജനുവരി വരെ വീണ്ടും തുടരാൻ പറ്റും. അതായത് ത്രൂ ഔട്ട് ദി ഇയറും MBBS അഡ്മിഷൻ ചെയ്യാൻ പറ്റും. ത്രൂ ഔട്ട് ദി ഇയർ നമുക്ക് ആക്ച്വലി റെസ്റ്റ് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം മാർച്ച് ഇൻടേക്ക് വരെ നമുക്കുണ്ട്, സെപ്റ്റംബർ ഇൻടേക്ക് ഉണ്ട്. ത്രൂ ഔട്ട് ദി ഇയറും അഡ്മിഷൻ ചെയ്യാൻ പറ്റും. നല്ല രൂപത്തിൽ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ല സർവീസ് കിട്ടിയാൽ അവർ തന്നെ അടുത്ത കുട്ടികളെ നമുക്ക് തരും. ഈ വർഷം നിങ്ങൾ ഒരു 50 അഡ്മിഷൻ ചെയ്താൽ എനിക്ക് ഉറപ്പാണ് അടുത്ത വർഷം 200 അഡ്മിഷൻ നിങ്ങൾ ചെയ്യും. മനസ്സിലായല്ലോ? കാരണം ഇതിന്റെ 4 ഇരട്ടി സ്വാഭാവികമായിട്ടും തരും. ഈ പോകുന്ന കുട്ടികളും പേരൻസ് തന്നെ നമുക്ക് തരും. അത് എങ്ങനെയാണ് നമ്മൾ കുട്ടികളെ ഈ കെയർ ചെയ്യുന്നതെന്നാണ്. അതിൽ അവർ ക്യാഷ് അല്ല അവർ നോക്കുക. പ്രിലിമിനറി ചിലപ്പോൾ അവർ ക്യാഷ് നോക്കാം, പക്ഷെ പിന്നീട് അവർ ക്യാഷ് അല്ല നോക്കുക. നമ്മുടെ അവരുടെ കുട്ടികളെ നമ്മൾ എങ്ങനെ പരിഗണിച്ചു, എങ്ങനെ കൊണ്ടുപോയി, എങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ചെയ്തു എന്നുള്ളതാണ് അവർ നോക്കുക. അത് നമ്മൾ നന്നായിട്ട് ചെയ്താൽ നല്ലൊരു എന്താ പറയുക ബൂമിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. നമുക്കൊരു 4-5 വർഷം നമുക്ക് പിന്നീട് അങ്ങോട്ട് പറയാൻ പറ്റില്ല. 4-5 വർഷം നല്ലൊരു ബിസിനസ്സാണ്. പിന്നീട് PG നമുക്ക് ചെയ്യാൻ പറ്റും. മെഡിക്കൽ PG ഈജിപ്തിൽ നമുക്ക് PG ചെയ്യാൻ പറ്റും. ഈജിപ്തിൽ PG ഇന്ത്യയിൽ അപ്രൂവ്ഡ് അല്ല എന്ന് കൂടെ ഓർക്കണം. മിഡിൽ ഈസ്റ്റിലോ മറ്റു രാജ്യങ്ങളിലൊക്കെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം ലോകത്തിലെ 5 രാജ്യങ്ങളിലെ PG മാത്രമാണ് ഇന്ത്യയിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ളത്. ഇന്ത്യത്തെ അപ്രൂവ്ഡ് ആണ്. അതുപോലെ തന്നെ US, UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഈ 5 രാജ്യങ്ങളുടെ PG മാത്രമാണ് ഇന്ത്യയിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ളത്. ഡിഗ്രി ആണെങ്കിൽ എവിടെ പഠിച്ചാലും ഇവിടെ അപ്രൂവ്ഡ് ആണ്. NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള FMG എക്സാം പാസ്സാണ്. അത് നമ്മൾ കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഹൈലൈറ്റ്. ചേർന്ന് കഴിഞ്ഞാൽ തന്നെ ബ്രിഡ്ജ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. പിന്നീട് അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ FMGന്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പഠിച്ച അവർ കഴിഞ്ഞാൽ FMGന്റെ കോച്ചിങ് ഏറ്റവും നല്ല നെസ്റ്റ് ലേണിംഗ് സെന്റർ നിങ്ങൾ വെറുതെ അടിച്ചു നോക്കിയാൽ മതി. ഈ നെസ്റ്റ് ലേണിംഗ് സെന്റർ കാലിക്കറ്റ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. അല്ലെ ഡൽഹി, 2 സ്ഥലത്തും നമ്മളുണ്ട്. ഈ സാറിനെ കുറിച്ച് പറയും. ഡോക്ടർ ആശിഷ് കുമാർ ആണ് അതിന്റെ പ്രധാനമായിട്ടുള്ള മെന്റർ. ഇന്ത്യയിലെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു അഡ്മിഷൻ എടുക്കല്ല, നമ്മൾ ആ കുട്ടികളെ ദത്തെടുക്കുന്നത് പോലെ ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാണ്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടില്ല. കാരണം എല്ലാ കുട്ടികളും എല്ലാ ഈ സീനിയർ സ്റ്റുഡൻസും പേരൻസും ഒക്കെ അഡ്മിഷൻ ചെയ്യണം. അവരൊക്കെ വേറുള്ള ആളുകൾക്ക് കൊടുക്കുകയായിരിക്കും ചിലപ്പോൾ ഒരു അഡ്മിഷൻ. പക്ഷെ നമ്മൾ അതിൽ നിന്ന് ഡിഫറെന്റ് ആണ് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും അവരെ ബോധ്യപ്പെടുത്തണം. പറഞ്ഞാൽ മാത്രം പോരാ, അത് ചെയ്യുകയും കൂടെ വേണം. മനസ്സിലായാലും
അപ്പോൾ അവർ ഹാപ്പിയാവും. അവർക്ക് ഈ കോപ്പി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കൊടുക്കാവുന്നതൊന്ന് സിമ്പിളാണ്. പക്ഷെ നമ്മൾ അവരോട് പറയാം, നിങ്ങൾക്ക് 19 സബ്ജക്റ്റ് ഈ കോപ്പി നിങ്ങൾ തരും, നിങ്ങൾ ടാബ്ലറ്റ് വാങ്ങിയാൽ മതി. ടാബ്ലറ്റ് ആണ് ഏറ്റവും നല്ല കാര്യം. കാരണം ടാബ്ലറ്റ് ആകുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും. റിയലി വണ്ടർഫുൾ സെക്ഷൻ സൈതലവി സർ. താങ്ക് യു സോ മച്ച് സർ. സാറ് മാക്സിമം ഏരിയകൾ കവർ ചെയ്തു, സമയം നോക്കാതെ തന്നെ. നമുക്കറിയാം നമ്മളുടെ എല്ലാം ഒരു ലിസണിങ് സ്പാൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. പക്ഷെ എന്നാൽ കൂടെ ലാസ്റ്റിൽ കൂടെ ഇപ്പം നോക്കുമ്പോൾ 28ഓളം പേര് ഇപ്പോഴും ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇടയിൽ 40-45 പേരുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിട്ട് കൂടി നല്ലൊരു ലിസണിങ് സ്പാൻ കീപ്പ് ചെയ്യാൻ സൈതലവി സാറിന് സാധിച്ചു. വളരെ സ്മൂത്ത് ആയിട്ട് എല്ലാ ഏരിയകളും കവർ ചെയ്തു. ഞാൻ വീണ്ടും പറയുന്നു, ദിസ് ഈസ് ദ ഓപ്പർച്യൂണിറ്റി. ഇപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ എത്രയും പെട്ടെന്ന് അറ്റ്ലീസ്റ്റ് അവരെ ഒന്ന് ബുക്ക് ചെയ്യിപ്പിക്കുക, അതാണ് ഇമ്പോർട്ടൻറ്റ്. അവരുടെ ഡോക്യുമെന്റ്സ് മേടിക്കുക, അല്ലെങ്കിൽ ചെറിയ ഒരു രജിസ്ട്രേഷൻ ഫീസ് വാങ്ങിയിട്ട് അവരെ ബുക്ക് ചെയ്യിപ്പിക്കുക. ലാസ്റ്റ് നമ്മുടെ ഇന്ത്യൻ പേരൻസിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവസാന നിമിഷത്തിനാണ് ഓടി വരിക. അപ്പം അങ്ങനെ വരുമ്പോൾ അവർ ഹൈ പേയ്മെന്റുകളും അവർക്ക് ക്വാളിറ്റി കൺട്രീസ് അല്ലെങ്കിൽ ക്വാളിറ്റി യൂണിവേഴ്സിറ്റികളുടെ അഡ്മിഷൻ നിർത്താൻ കഴിഞ്ഞു പോകും. കാരണം ഇന്ത്യയിൽ നിന്ന് മാത്രമല്ലല്ലോ പോകുന്നത്, ലോകത്ത് നിന്നാണ് എല്ലാവരും പല രാജ്യങ്ങളിൽ നിന്നാണ് ഇന്റർനാഷണൽ അഡ്മിഷൻസ് വരുന്നത്. അപ്പം നമ്മുടെ കുട്ടിക്ക് അല്ലെങ്കിൽ പേരന്റ് ആ കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് ഒരു അഡ്മിഷൻ ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും നമ്മുടെ ഓരോ പാർട്ട്നേഴ്സിന്റെ ഒരു കടമ കൂടിയാണ്. ഇപ്പം പിന്നെ അതിന് വേണ്ടിയിട്ട് ഇപ്പം സാറ് പറഞ്ഞിരുന്നു അല്ലേ, മാർക്കറ്റിംഗ് സെക്ഷൻസ് നമ്മൾ അടുത്ത ദിവസം സ്പെഷ്യലായിട്ട് മാർക്കറ്റിംഗ്, ലീഡ് ജനറേഷന്, ഒബ്ജക്ഷൻ ഹാൻഡ്ലിങ്, അതുപോലെ തന്നെ മീഡിയ, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു ട്രെയിനിങ് എസ്പെഷ്യലി നമ്മൾ ചെയ്യുന്നുണ്ട് അടുത്ത ദിവസം പാർട്ട്നേഴ്സിന് വേണ്ടിയിട്ട്. അതിനകത്ത് നമ്മൾ എല്ലാ ഏരിയകളും കവർ ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ ഒരു കാലത്ത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളത് ഈ വെബിനാറുകളും സെമിനാറുകളും തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ സെമിനാർസ് കുറച്ചും കൂടെ കോസ്റ്റ്ലി ആണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഇപ്പം തന്നെ നമ്മൾ ഇത്രയും പേര് പല കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ ഒരുമിച്ച് കൂടുന്നു എന്ന് പറയുന്ന പോലെ ഓരോ പേരൻസിന്റെയും ഓരോ കുട്ടിയുടെയും അവരുടെ സമയം നോക്കി, നമ്മുടെ സമയം നോക്കാതെ അവരുടെ സമയം നോക്കി നമ്മൾ സെമിനാറുകൾക്കാൾ ഉപരി വെബിനാറുകൾ നടത്തുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബ്രാഞ്ചുകളിലേക്ക് പരമാവധി കുട്ടികളെ ഡയറക്റ്റ് വിളിച്ചു വരുത്തിയിട്ട് 1-to-1 കൗൺസിലിംഗ്, അവരുടെ ഡൗട്ട് ക്ലിയറൻസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതും നല്ലൊരു മെത്തേഡാണ്. അവർക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും അതൊരു സാധ്യത കൂടിയാണ്. അടുത്തെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ സോഷ്യൽ മീഡിയ മാക്സിമം യൂസ് ചെയ്യാന്നുള്ളതാണ്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളും ഫ്രീ ആയിട്ട് തന്നെ സെൻട്രൈസ് ആയിട്ട് തന്നെ നമ്മൾ തരുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും അത് മാക്സിമം ഉപയോഗിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സോഷ്യൽ മീഡിയ പ്രസൻസ് ഉറപ്പുവരുത്തുക. കാരണം പ്രത്യേകിച്ചും നമ്മുടെ ഒരു ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ അറിയാലോ, ഒരു 16 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ, ഒരു 20-23 വയസ്സിലുള്ള കുട്ടികളും അതുപോലെ തന്നെ ഒരു 45 to 55, 60 വയസ്സിന്റെ ഇടയിലുള്ള പേരൻസുമാണ്. അപ്പൊ ഈ രണ്ട് ടാർഗറ്റ് ഗ്രൂപ്പിനെയും ഓഡിയൻസിനെയും അവരിലേക്ക് നമ്മൾ റീച്ച് ചെയ്യണം. നിങ്ങളുടെ ഇത്രയും ലോകം മുഴുവൻ ചെയ്യാൻ പറ്റുന്ന ഏകദേശം 20ഓളം കൺട്രികൾ ചെയ്യാൻ പറ്റുന്ന MBBS അഡ്മിഷൻ എടുത്തു കൊടുക്കാൻ പറ്റുന്ന ഇത്രയും വലിയൊരു ആയുധം അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഓരോ പേരൻസും ഓരോ കുട്ടികളും അറിയണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ കയ്യിൽ എല്ലാം ഉണ്ടെങ്കിലും ഇത് മറ്റുള്ളവർ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾക്ക് കാര്യമില്ല. അപ്പൊ ഓരോ സെക്കൻഡും അതിനുവേണ്ടി ശ്രമിക്കുക. ഓരോ സമയത്തും നിങ്ങൾ ഇതിനു വേണ്ടി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കല്ല് ആദ്യത്തെ അടിയിലൊന്നും പൊട്ടില്ല. ഇപ്പൊ സാർ പറഞ്ഞു ആദ്യത്തെ 50 അഡ്മിഷൻ ആണ് ഇമ്പോർട്ടന്റ്. 50 അഡ്മിഷൻ ഈ വർഷം നിങ്ങൾക്ക് 50 കുട്ടികൾക്ക് നിങ്ങൾക്ക് MBBS വിവിധ രാജ്യങ്ങളിൽ അഡ്മിഷൻ എടുത്തു കൊടുക്കാൻ സഹായിച്ചാൽ ഡെഫിനറ്റ്ലി അത് എവറി ഇയറിൽ അത് കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പം നിങ്ങളുടെ സ്ഥാപനത്തിനെ നമുക്ക് ബ്രാൻഡ് ചെയ്യാനും നിങ്ങൾക്കൊരു ഗ്ലോബൽ എക്സ്പ്ലോഷർ ആക്കാനും ഒക്കെയാണ് നമ്മുടെ ഹെഡ് ഓഫീസിന്റെ ഭാഗത്തു നിന്നും ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഓഫ് ടീം എക്സ്പേർട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, ട്രെയിനിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി അടുത്ത ഒരു സെക്ഷൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ലീഡ് ജനറേഷൻ നമ്മൾ ചെയ്യുന്നതാണ്. നമ്മുടെ ലേൺ ആൻഡ് ഏൺ എന്ന് പറയുന്ന ആ ഒരു മിഷൻ 2K30യുടെ ഭാഗമായിട്ടാണ് ഈ ട്രെയിനിങ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രെയിനിങ് സെക്ഷൻസ് ഉണ്ടാവുക. തീർച്ചയായിട്ടും ലേൺ ചെയ്യാതെ ഒരിക്കലും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളെക്കാളും അറിവുള്ളവരാണ് നമ്മുടെ മുമ്പിലുള്ളത്, അല്ലെ നമ്മുടെ ക്ലയൻസ്. പിന്നെ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഗൂഗിളൊക്കെ ChatGPT ഒക്കെ കൂടുതലുള്ളത് കൊണ്ട് നമ്മുടെ മുമ്പിൽ നമ്മളെക്കാളും അറിവ് അവർ സെർച്ച് ചെയ്തിട്ടാണ് വരിക. അപ്പൊ ഡെഫിനറ്റ്ലി അത് നമുക്ക് എല്ലാം ഒന്നും അറിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ തയ്യാറാവണം. കൂടുതൽ നമ്മൾ എന്നാലാണ് നമുക്ക് അതിൻ്റെതായ ഒരു സക്സസ് ആവാനും സാധിക്കുകയുള്ളൂ. എന്താണെങ്കിലും നല്ലൊരു സെഷൻ ആയിരുന്നു സൈതലവി സാർ. താങ്ക് യു ഫോർ ഓൾ. സാറിൻ്റെ ഒരു വണ്ടർഫുൾ സെക്ഷൻ. അതുപോലെ
തന്നെ നമ്മുടെ ഓരോ പാർട്ട്നേഴ്സും ഇന്ന് വന്നിട്ടുള്ള ഓരോ പാർട്ട്നേഴ്സിന് പ്രത്യേകമായിട്ടുള്ള നന്ദിയും ഞാൻ പറയുന്നു. നിങ്ങൾ വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങളുടെ കയ്യിൽ ഒരു സൂപ്പർ മാർക്കറ്റ് കയ്യിലുണ്ട്. ലോക MBBSന്റെ ഉള്ള ഒരു സൂപ്പർ മാർക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ ലോകത്തിലുള്ള ഏത് രാജ്യത്തും എല്ലാ അപ്രൂവലോടും കൂടിയ വളരെ ഇപ്പം സാർ പറഞ്ഞ പോലെ തന്നെ A to Z സർവീസ് ഇൻ സിംഗിൾ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു നിങ്ങൾ വന്ന് കൗൺസിൽ തൊട്ട് അവരുടെ ആഫ്റ്റർ ലാൻഡിംഗ് തൊട്ട് അവരുടെ കംപ്ലീറ്റ് ആയി വരുന്നവരെയുള്ള എല്ലാ സേവനങ്ങളും നിങ്ങളുടെ സ്ഥാപനത്തിന്റെ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്കത് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് പേരൻസിനും കുട്ടികൾക്കും നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ സാധിച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫയൽസുകൾ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാർക്കറ്റ് കോമ്പറ്റീറ്റീവ് തന്നെയാണ്. പക്ഷേ 1000 പേരുണ്ടെങ്കിലും നമ്മുടെ കാര്യങ്ങൾ നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് പറയാനും അവതരിപ്പിക്കാനും നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മളെ തേടി ആളുകൾ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ പറയുക മാത്രമല്ല, നമ്മൾ ചെയ്തും കൊടുത്തിരിക്കും. അതാണ് നമ്മുടെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അപ്പം പണി തുടങ്ങിക്കോളൂ, അതാണ് ഇമ്പോർട്ടന്റ്. ഒരു സെക്കൻഡ് പോലും നമുക്ക് കളയാനില്ല. നമ്മളെ സംബന്ധിച്ച് ഈ സീസൺ കൊണ്ട് ഒരു നല്ല നിങ്ങളുടെ സ്ഥാപനത്തിന് നല്ലൊരു ബ്രാൻഡും ഫിനാൻഷ്യൽ ഫ്രീഡവും നിങ്ങൾക്ക് ഉണ്ടാക്കാനാണ് നമ്മൾ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രെയിനിങ്ങുകളും എല്ലാം നമ്മൾ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് ഉപയോഗിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമ്മളൊരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു നല്ലൊരു അഡ്മിഷൻ നമ്മൾ ഒരു ലോകത്തിന് കൊടുക്കുമ്പോൾ നമ്മളൊരു നന്മയും കൂടെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കുടുംബത്തിൽ നമ്മളൊരു ഡോക്ടർ ഉണ്ടായി കഴിഞ്ഞാൽ ആ കുടുംബത്തിന് മാത്രമല്ല സമൂഹത്തിനും നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലൂടെ അതൊരു നന്മയും കൂടെ ആണെന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾ ഉണ്ടാക്കുക. നിങ്ങളുടെ ആ ജോലിയിൽ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന അഡ്മിഷൻസ് എന്ന് പറയുന്ന ഗ്ലോബൽ അഡ്മിഷൻസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ഒരു ബിസിനസ് മാത്രമല്ല, ഒരു നന്മയും കൂടെ ആണെന്നുള്ള ഒരു കോൺഫിഡൻസോട് കൂടി 24 മണിക്കൂർ നിങ്ങൾ ലേൺ ചെയ്യുക, ഏൺ ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു HO ടീം ആൻഡ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ PPTകൾ കവർ ചെയ്ത എല്ലാവർക്കും HUME ടീമിനും ഹെഡ് ഓഫീസിനും എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക്സ് എ ലോട്ട്. ഇന്ന് വന്ന എല്ലാവർക്കും ഇത് പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ കൂടി ചോദിക്കാം. പിന്നെ ഓരോ രാജ്യത്തിന്റെയും നമ്മൾ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ എൻക്വയറി വരുന്നതനുസരിച്ച് നമ്മൾ 1 by 1 ആയിട്ട് ഗ്രൂപ്പിലും കാര്യങ്ങളും നമ്മൾ തരുന്നതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡീൽ. Thank you, sir. Thank you all the staff who joined the meeting. So let's wind up our meeting. Have a nice day.